അഷ്ടമലയാളം ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന പുതിയ എല്ലാ വ്യക്തികൾക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ഞാൻ മധുസൂദന പണിക്കർ, അകത്തേത്തറ കളരിക്കൽ, പാലക്കാട്. നമ്മുടെ ചാനലിൽ തരുന്ന എല്ലാ പിന്തുണയ്ക്കും എല്ലാവർക്കും ഒരു നന്ദിയും കടപ്പാടും ഞാൻ അറിയിച്ചുകൊണ്ട് ആദ്യകാലഘട്ടങ്ങളിൽ നമ്മൾ ചെയ്ത ഒരുപാട് സെഗ്മെൻറ്റുകൾ, പൊതുഫലം, അതുപോലെ തന്നെ ജീവിത വിജയത്തിന്, ദശാകാലങ്ങൾ, യോഗങ്ങൾ, വർഷഫലം, മാസഫലം, വിഷുഫലം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. പുതിയ ഒരു സെഗ്മെൻറ്റ് ആയുരാരോഗ്യസൗഖ്യം എന്ന് പറയുന്ന ഒരു പുതിയ സെഗ്മെൻറ്റ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാർക്കും അതിൻ്റേതായിട്ടുള്ള വീഡിയോ കാണാനെ കൊണ്ട് സാധിക്കും. അത് പുതിയ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതട്ടെ. ഇതുവരെ കാണാത്തവർ തീർച്ചയായിട്ടും ചാനൽ മെയിൻ പേജിൽ കയറി പ്ലേലിസ്റ്റ് സെർച്ച് ചെയ്യുന്ന പക്ഷം വീഡിയോ കാണാവുന്നതാണ്. നമ്മളെ ചാനലിനെക്കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ നമ്മൾ മറുപടി കൊടുത്തു വരുന്നുണ്ട്. വിശദമായിട്ടുള്ള കാര്യങ്ങൾക്ക് നേരിൽ വരാൻ ആഗ്രഹിക്കുന്നവർ നേരിൽ വരാം, മുൻകൂട്ടി ബുക്ക് ചെയ്ത ശേഷം വരാവുന്നതാണ്. ദൂരെയുള്ളവർക്ക് ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങളെല്ലാം പ്രയോജനപ്പെടുത്താവുന്നതാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്യുന്ന പക്ഷം അതാത് കാലത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ വിശദാംശങ്ങൾ നോട്ടിഫിക്കേഷനായിട്ട് നമ്മുടെ മൊബൈൽ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് വിശദാംശങ്ങളിൽ നമുക്കൊന്ന് കിടക്കാം. അശ്വതിയും ഭരണിയും കാർത്തികയുടെ കാൽഭാഗവും അടങ്ങുന്ന മേടം രാശിക്കാർക്ക് ഈ 2024 ഒക്ടോബർ മാസത്തിലുണ്ടാവുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ, ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കും, രോഗാധീനർത്ഥങ്ങൾക്ക് ശമനമുണ്ടാവും, ശത്രുദോഷങ്ങൾ നീങ്ങും, പലതരത്തിലുള്ള ദുഃഖങ്ങളും കഷ്ടതകൾക്കും ഒരു ശാന്തി ഉണ്ടാവും എന്നുള്ളതാണ് കാണുന്നത്. അതേപോലെ പലതരം സംരംഭങ്ങൾ നമുക്ക് തുടങ്ങാനും പുതിയ പല കാര്യങ്ങളുമായിട്ടും നമുക്ക് ചെയ്ത് മുന്നോട്ട് പോകാനും സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിക്കൊണ്ടും ഉത്തരവാദിത്തങ്ങൾ അല്പം ഏറി വരുന്ന ഒരു സാഹചര്യങ്ങളും ചെറിയ കാര്യതടസ്സങ്ങൾ നമ്മൾ പ്രാർത്ഥനയിലൂടെയും വഴിപാടിലൂടെയും എല്ലാം നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. ശത്രുക്കളിൽ നിന്നുള്ളതായിട്ട് ഉപദ്രവങ്ങളും മറ്റും ഒക്കെ തീർന്നു കിട്ടും എന്ന് കാണുന്നു. സർവ്വകാര്യങ്ങളിലും വിജയം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. എങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ നിയമാനുസൃതം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. സന്താനങ്ങൾക്ക് അഭിവൃദ്ധിയുള്ള ഒരു കാലഘട്ടമാണ്. എല്ലാ സൗഭാഗ്യങ്ങളും നമ്മളെ തേടി വരാനുള്ള സാധ്യതയും കാണുന്നു. കർമ്മരംഗത്ത് നല്ല ഉന്നതി, സ്ഥാനമാന ലാഭങ്ങൾ, സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ, കുടുംബത്തിൽ ഐക്യം, സമാധാനം, അതുപോലെ തന്നെ ഇഷ്ട ഭക്ഷണയോഗം, ഇഷ്ടകാര്യസിദ്ധി, അതുപോലെ തന്നെ സുഖഭോഗങ്ങൾ, ദാമ്പത്യ ജീവിതത്തിൽ സുഖങ്ങൾ, സമാധാനം, ഐക്യം എന്നിവയും വിവാഹ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ളതായിട്ടുള്ള സാഹചര്യങ്ങളും സൽസന്താനപ്രാപ്തിയും ഒക്കെ നമുക്ക് ഈ മാസം സൂചിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് കാണുന്നു. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വാദപ്രതിവാദങ്ങൾ വരാനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നത് കൊണ്ട് അതല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാമ്പത്തികപരമായിട്ട് ഉയർച്ചയുള്ള ഒരു മാസമായിട്ട് കാണുന്നു. എങ്കിലും വേണ്ട കാര്യങ്ങൾക്കായിക്കൊണ്ട് ധനം വിനിയോഗിക്കുക, അതുപോലെ തന്നെ കടബാധ്യതകളും മറ്റും ഒക്കെ തീർക്കാനായി കൊണ്ടുള്ള ശ്രമം നടത്തുമെന്നും നമുക്ക് രേഖകളെല്ലാം തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മാസമായിട്ടും മനസമാധാനം പൊതുവെ വരാനുള്ള സാഹചര്യങ്ങളും പൊതുവെ പ്രതാപങ്ങളും ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ഉണ്ടാവുന്ന ഒരു കാലഘട്ടമായിട്ടും കുടുംബ സ്വത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതകളും തീരുമാനം ആവാതെ നിൽക്കുന്നതായിട്ടുള്ള ചില സാഹചര്യങ്ങൾ, അതെല്ലാം തീരുമാനം കൈക്കൊള്ളാൻ പറ്റുന്ന സാഹചര്യങ്ങളും, രാഷ്ട്രീയം, കലാസാംസ്കാരിക മേഖലകളിൽ നല്ല ഉന്നതിയും, എല്ലാത്തിനും നമുക്കൊരു ദൈവാനുഗ്രഹങ്ങളും, അതുപോലെ തന്നെ പുതിയ പ്രവർത്തികളുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും കൂടിയാലോചനകളും
ഒക്കെ ഉണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നു. പ്രവൃത്തി മണ്ഡലത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾക്ക് സാധ്യത വരുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ആ നല്ല മാറ്റങ്ങളിലേക്ക് നമ്മൾ ശ്രമിക്കുന്നത് നമുക്ക് നല്ല ഫലങ്ങൾ ഭാവിയിൽ ലഭിക്കാൻ സഹായിക്കും എന്ന് സൂചിപ്പിക്കുന്നു. ചില ബന്ധുക്കൾക്ക് ക്ഷീണം, തളർച്ച, വയ്യായ, രോഗാധിനർത്ഥങ്ങൾ ഇതൊക്കെ ഉണ്ടാവാം. അതുമുഖാന്തരമുള്ള മനപ്രയാസങ്ങളൊക്കെ ഉണ്ടാവാമെങ്കിലും അവരവരുടെ ആരോഗ്യസ്ഥിതി മറ്റു കാര്യങ്ങളെല്ലാം വീണ്ടെടുക്കുന്നത് കൊണ്ട് നമുക്ക് പൊതുവെയുള്ള ഒരു സംതൃപ്തി ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നത് കാണുന്നു. എല്ലാ കാര്യങ്ങളും നിയമാനുസൃതം ചെയ്യേണ്ടതും അതുപോലെ തന്നെ ഉന്നത അധികാരങ്ങളൊക്കെ നമുക്ക് വന്നു ചേരേണ്ട ഒരു സാഹചര്യങ്ങളും ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. ഉത്തരവാദിത്തങ്ങൾ ഏറി വരുന്നൊരു കാലഘട്ടമാണ്. അതിനുവേണ്ടി അശ്രാന്ത പരിശ്രമങ്ങളൊക്കെ വേണ്ടിവരും എന്ന് കാണുന്നുണ്ട്. അതിലൂടെ പ്രവൃത്തി മണ്ഡലത്തിൽ വിജയവും പ്രശസ്തിയും നേടിയെടുക്കാൻ സാധ്യതകൾ സൂചിപ്പിക്കുന്നു. ശത്രുക്കളിൽ നിന്നും വിജയം കൈവരിക്കാനെ കൊണ്ട് സാധിക്കും. ഇഷ്ടകാര്യസിദ്ധിയും ദൈവാനുഗ്രഹങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസമായിട്ടാണ് ഈ മാസം സൂചിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ല പരിശ്രമങ്ങൾ നടത്തുക, എങ്കിലും അവരവരുടെ ജാതക പരിശോധനാ കാര്യങ്ങളൊക്കെ നടത്തുക. ദോഷപരിഹാരങ്ങൾ, രാഹുകേതുക്കളുടെ ദോഷനിവൃത്തിക്കുള്ള പരിഹാരങ്ങളും ഷഷ്ടിവ്രതങ്ങളും ദൈവീ ഉപാസനയും മഹാവിഷ്ണു മന്ത്രങ്ങളും ഒക്കെ ജപിക്കുന്നതും ഈ മാസം ശിവക്ഷേത്രത്തിൽ സാധിക്കുന്നത്ര വഴിപാടുകൾ നമ്മൾ ചെയ്യുന്നതും ഒക്കെ ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും എന്ന് സൂചിപ്പിക്കുന്നു. ഗണേശമന്ത്രം അതുപോലെ തന്നെ ദേവീ മന്ത്രം ഒക്കെ ജപിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യും എന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇനിയുള്ള കാലഘട്ടം നവരാത്രി കാലഘട്ടങ്ങളെയാണല്ലോ വരാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ ദേവീപ്രീതിക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വരുന്നതും വളരെയധികം നമുക്ക് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ മാസം നമുക്ക് മേടക്കു രാശിക്കാർക്ക് കിട്ടുന്നതായിട്ടുള്ള ഫലങ്ങൾ. കാർത്തികയുടെ മുക്കാൽ ഭാഗവും രോഹിണി മകയിരത്തിൻ്റെ ആദ്യ പകുതിയും അടങ്ങുന്ന ഇടവൻ രാശിക്കാർക്ക് ഈ 2024 ഒക്ടോബർ മാസം ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ, സന്താനക്ലേശം നേരിടും എന്ന് പറയുന്നു. ആരോഗ്യസ്ഥിതി വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഉദര സംബന്ധിക്കുന്നതായിട്ടുള്ള രോഗങ്ങൾക്ക് സാധ്യത സൂചിപ്പിക്കുന്നു. ധനനഷ്ടങ്ങൾ സംഭവിക്കാം. അധിക ചെലവുകൾ വരാനുള്ള സാധ്യതകളുണ്ടാവും. ചിലർക്ക് ബാധ്യതകൾ തീർക്കാനുള്ള ഒരു സാഹചര്യമായിരിക്കാം. രേഖകളൊക്കെ തിരിച്ചെടുക്കാനുള്ള സാഹചര്യങ്ങളും, ചിലവർക്ക് ലോണ് പാസ്സായി കിട്ടുന്നതായിട്ടുള്ള യോഗങ്ങളും, നമുക്ക് തടസ്സം നിന്നിരുന്ന സാമ്പത്തിക സ്ഥിതി കാര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമായിട്ട് വരുന്നതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാവും എന്ന് കാണുന്നു. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് സൂചിപ്പിക്കുന്നു. അധികാരികളുമായിട്ടുള്ള അതൃപ്തിക്ക് കാരണമാവാൻ സാധ്യത ഉണ്ട്. എല്ലാം നിയമാനുസൃതം ചെയ്യേണ്ടതും അത്യധ്വാനം വേണ്ടിവരും എന്നുള്ളതാണ് കർമ്മമേഖലയിൽ കാണുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ കലഹങ്ങളും ബുദ്ധിമുട്ടുകളും മനപ്രയാസങ്ങളും നേരിടും. അതിനെ നമ്മൾ മറികടക്കേണ്ടതുണ്ട്. ശ്രദ്ധയും കരുതലും ഈ സമയത്ത് വേണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ചിലർക്ക് സ്ഥാനഭ്രംശങ്ങളുണ്ടാവാം, ട്രാൻസ്ഫർ വരാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്കുള്ള ചിലപ്പോൾ ഒരു പണിഷ്മെൻ്റ് രൂപത്തിലുള്ളതായിട്ടുള്ള അവസ്ഥകളോ അല്ലെങ്കിൽ വല്ല ഡെപ്യൂട്ടേഷൻ്റെ ഭാഗങ്ങളായിട്ട് ഒരു യാത്രയൊക്കെ ഈ സമയങ്ങളിൽ സൂചിപ്പിക്കുന്നു. ചിലവർക്ക് പുതിയ സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വല്ല ട്രെയിനിങ്ങോ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തു പോകേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും ഈ സമയത്ത് കാണുന്നുണ്ട്. ശത്രുശല്യങ്ങൾ വർദ്ധിക്കും എന്നാണ് ഈ മാസം കാണുന്നത്. അതുകൊണ്ട് നല്ലവണ്ണം ശ്രദ്ധയും കരുതലും പ്രത്യേകിച്ച് പ്രാർത്ഥനകളും വേണ്ട ഒരു മാസമായിട്ടാണ് കാണുന്നത്. ദോഷപരിഹാരങ്ങളും ചെയ്യണം. നല്ലവണ്ണം ഗണേശമന്ത്രങ്ങളും ദേവീ മന്ത്രങ്ങളും ജപിക്കേണ്ടതാണ്. ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ സമർപ്പിക്കുകയും, പ്രത്യേകിച്ച് കണ്ടകശനി ദോഷങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് ശനിദോഷ പരിഹാരങ്ങളും ഈ സമയത്ത് ചെയ്യുന്നത് നന്നായിരിക്കും. മനക്ലേശങ്ങളിങ്ങനെ വർദ്ധിച്ചു വരും. പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ അലട്ടുന്നുണ്ടാവും. എല്ലാത്തിനും നമ്മൾ ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചാൽ ഈ കാലഘട്ടങ്ങൾ ചിലപ്പോൾ നടന്നു വരില്ല. 100% പെർഫെക്റ്റായിട്ട് കാര്യങ്ങൾ നടക്കണം എന്ന് വിചാരിച്ചാലും ഈ സമയങ്ങളിലത് നടന്നു കിട്ടുന്ന സാഹചര്യമല്ല. അതുകൊണ്ട് തന്നെ പറ്റാവുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഫുൾഫിൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും പ്രാർത്ഥനകളിലൂടെ മനസ്സിനെ നിയന്ത്രിച്ച് കാര്യഗൗരവങ്ങൾക്കനുസരിച്ചിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയും ക്ഷമാശീലം വരുത്തേണ്ടതും അത്യാവശ്യമായിട്ടുള്ള ഒരു സമയമായിട്ട് സൂചിപ്പിക്കുന്നു. ചിലവർക്ക് ചില നഷ്ടബോധങ്ങൾ വരാം, അല്ലെങ്കിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ട ഒരു ഭീതി മനസ്സിലേക്കുണ്ടാവാം.
അത് മോഷണം പോലാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നഷ്ടകഷ്ടങ്ങളോ ആവാം. അതിൻ്റെ ചില മനക്ലേശങ്ങളോ ആധിവ്യാധികളോ ഈ മാസം കടന്നു പോകാനുള്ള സാധ്യത സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ചിലർക്ക് ആരോഗ്യപരമായിട്ട് ചില പ്രശ്നങ്ങൾ ഈ മാസത്തിൽ നേരിടാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. തക്കതായിട്ട് ചികിത്സാ കാര്യങ്ങളും വ്യായാമങ്ങളും അതുപോലെ തന്നെ പോഷകാഹാരങ്ങളും ഒക്കെ നമ്മൾ കഴിക്കേണ്ടതുണ്ട്. ആരോഗ്യപരിപാലനത്തിൽ വളരെയധികം ശ്രദ്ധ ഈ മാസം വേണം എന്നുള്ളത് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അതേപോലെ ഈ പാർട്ട്ണർഷിപ്പ് സംരംഭങ്ങൾ ഈ സമയത്ത് വിജയം കൈവരിക്കാൻ സാധിക്കില്ല. കൂടെയുള്ള പാർട്ട്നേഴ്സുമാരൊക്കെ ആയിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടും എന്നാണ് കാണുന്നത്. ദുഷ്കീർത്തികളിൽ നിന്നും അപവാദങ്ങളിൽ നിന്നും ഒഴിവായി നിൽക്കേണ്ടതുണ്ട്. പൊതുവിഷയങ്ങൾ ഇടപെട്ട് പ്രവർത്തിക്കുന്നവർ, പ്രത്യേകിച്ച് രാഷ്ട്രീയം, കലാ, സാംസ്കാരിക മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള വ്യക്തികൾക്ക് അപകീർത്തികരമായിട്ടുള്ള പല കാര്യങ്ങളും ഈ സമയങ്ങളിൽ വന്നു ചേരാൻ സാധ്യത സൂചിപ്പിക്കുന്നു. ധനദുർവ്യയങ്ങൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അധികാരികളുമായി തർക്കത്തിലേർപ്പെടാതെ കാര്യങ്ങൾ രമ്യതയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുകയും അതാത് കാലത്തിന് വേണ്ടതായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോവുകയും വാദപ്രതിവാദങ്ങൾ കുടുംബത്തിലാണെങ്കിലും പുറത്താണെങ്കിലും അത് ഒഴിവാക്കേണ്ടതുണ്ട്. സ്വന്തം ബന്ധങ്ങളിൽ നിന്നും യാതൊരു തരത്തിലുള്ള അനുകൂലങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അതെല്ലാം നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷങ്ങളും ബന്ധുത്വങ്ങൾ ശിഥിലമാകുന്ന ചില അവസ്ഥകളും വേണ്ടപ്പെട്ടവർ തന്നെ നമുക്ക് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ചില അവസ്ഥകളും അതിൻ്റേതായിട്ടുള്ള മനപ്രയാസങ്ങളും ചിലപ്പോൾ നേരിടാം. എങ്കിലും നമുക്ക് കർമ്മമേഖലയിൽ ഒരു മനസ്സ് പതിപ്പിക്കുന്ന പക്ഷം അതിൽ അഭിവൃദ്ധികൾ കണ്ടെത്താനായി കൊണ്ട് സാധിക്കും. മനസ്സിനെ നിയന്ത്രിച്ച് ജപസാധനകളിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും പ്രവൃത്തി മണ്ഡലത്തിൽ ക്രമേണ വിജയം കൈവരിക്കാനായി കൊണ്ട് സാധിക്കും എന്ന് സൂചിപ്പിക്കുന്നു. നഷ്ടപ്പെട്ട പലതും തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മാസമായിട്ടും നിക്ഷേപങ്ങളൊക്കെ വർദ്ധിക്കുകയും ആഗ്രഹങ്ങളൊക്കെ സാഫല്യത്തിലേക്ക് വരികയും സന്താന ക്ലേശങ്ങൾ ക്രമേണ നീങ്ങാനും സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. ഈ പെട്ടെന്നുള്ള എടുത്തുചാട്ടും ദേഷ്യം മുഖാന്തരമുള്ള ബുദ്ധിമുട്ടുകളും ഈ അവിവേകം മൂലം തിരിച്ചടികളും നേരിടുന്ന ഒരു സാഹചര്യങ്ങളും ഉണ്ടാവും എന്നാണ് കാണുന്നത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏത് മതസ്ഥരായാലും അവരവരുടെ മതകാര്യങ്ങളിൽ വിഘ്നം വരാതെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എന്നുള്ളതും, ക്ഷേത്രീയമായിട്ടുള്ള കാര്യങ്ങളും അവരവരുടെ ഉപാസന കാര്യങ്ങളും മെഡിറ്റേഷൻ മുതലായിട്ട കാര്യങ്ങളും ജപസാധനങ്ങളിലേക്കും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുകയും ഉപദേശങ്ങൾ സ്വീകരിക്കുകയും എല്ലാം ഈ മാസം നമുക്ക് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് സൂചിപ്പിക്കുന്നു. ആദിവ്യാധികളെല്ലാം ഒഴിവാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ആരോഗ്യം, മനസ്സ്, ബുദ്ധി ഇതൊക്കെ നമ്മൾ നിയന്ത്രിക്കേണ്ട ഒരു മാസമായിട്ടും സൂചിപ്പിക്കുന്നു. അവരവരുടെ ജാതകങ്ങൾ പരിശോധിക്കുക. ദോഷപരിഹാരങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. നല്ലവണ്ണം ദേവീമന്ത്രം, ഗണേശമന്ത്രം, സുബ്രഹ്മണ്യ മന്ത്രം മുതലായിട്ടുള്ളവ ജപിച്ച് പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ച് ശനിദോഷ പരിഹാരങ്ങളും ഈ സമയത്ത് ചെയ്യേണ്ടതുണ്ട്. കൂടുതൽ ജാതകോശാലുള്ള ഫലങ്ങളൊക്കെ അറിയണം എന്ന ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും നേരിൽ ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങളെല്ലാം പ്രയോജനപ്പെടുത്താവുന്നതാണ്. നേരിൽ വരാൻ ആഗ്രഹിക്കുന്ന തീർച്ചയായിട്ടും മുൻകൂട്ടി ബുക്ക് ചെയ്ത ശേഷം നേരിൽ വരാവുന്നതുമാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെയാണ് ഇടവൻ രാശിക്കാർക്ക് ഈ മാസം ലഭിക്കുന്ന വിവരങ്ങൾ. മകീരം നക്ഷത്രത്തിൻ്റെ രണ്ടാം പകുതിയും തിരുവാതിരയും പുണർത്തതിന് മുക്കാൽ ഭാഗവും അടങ്ങുന്ന മിഥുനം രാശിക്കാർക്ക് 2024 ഒക്ടോബർ മാസത്തിലുണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കുമ്പോൾ സുഖഭോഗങ്ങൾക്ക് ഭംഗം വരും എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ അധികം ചിലവുകളൊക്കെ ഉണ്ടെങ്കിൽ നിയന്ത്രിക്കേണ്ടതുണ്ട്. അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ച് നടക്കുന്ന കാര്യങ്ങളൊക്കെ തൽക്കാലം നമ്മളൊന്ന് മാറ്റിവെച്ച് വേണ്ട കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു സമയമാണ് എന്ന് കാണുന്നു. അനാവശ്യ ചെലവുകളും അനാവശ്യ യാത്രകളും മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടുന്നതും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ പതിപ്പിക്കേണ്ടതുമായിട്ടുള്ള മാസമാണ്. ചിലർക്ക് നഷ്ടങ്ങൾ വരാം, ചിലർക്ക് എന്തെങ്കിലും അപകടങ്ങളോ വീഴ്ചകളോ സംഭവിക്കാം. ബിസിനസ് പരമായിട്ട് ചില പരാജയങ്ങൾ ഈ മാസം നേരിടാം. കടബാധ്യതകൾ വരാനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നു. പാർട്ട്ണർഷിപ്പ് സംരംഭങ്ങൾ പരാജയത്തിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷമുണ്ടാവും. വ്യക്തിത്വ പ്രതിസന്ധികൾ നേരിടും എന്നാണ് പറയുന്നത്. തസ്കരഭയം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലർക്ക് ഭൂമി സംബന്ധിക്കുന്നതായിട്ടുള്ള തർക്കങ്ങളോ കൂട്ടങ്ങളോ
നിയമപ്രശ്നങ്ങളോ നേരിടാം ഈ മാസം. അതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാം നിയമാനുസൃതം ചെയ്ത് മുന്നോട്ട് പോവുകയും ബന്ധുജനങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സമയമായതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൈയെടുത്ത് എല്ലാവരുമായിട്ടൊരു രമ്യതയിൽ പോകാനുള്ള ശ്രമങ്ങളും നടത്തേണ്ടതുണ്ട്. എങ്കിലും കുടുംബ ജീവിതത്തിൽ പ്രതിസന്ധികൾ തീർന്ന് കുടുംബത്തിൽ പുരോഗതിയും അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും ഉണ്ടാവും. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കേണ്ടതുണ്ട്. ദൂരദേശ യാത്രകൾ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അതിലൂടെ ചില യാത്രാക്ലേശങ്ങളൊക്കെ നേരിടാമെങ്കിലും വൈകിയാണെങ്കിലും ചില ഫലങ്ങൾ നമുക്ക് വന്നു ചേരും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ചില ബന്ധുജനങ്ങളുടെ വിയോഗം മനസ്സിന് ദുഃഖമുണ്ടാക്കും. ചിലർക്ക് കർമ്മരംഗത്ത് സ്ഥാനചലനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ട്രാൻസ്ഫർ ആവാം, അല്ലെങ്കിൽ പുതിയ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് പരിശ്രമിക്കലാവാം, മാറ്റങ്ങളാവാം. നിലവിലുള്ള കർമ്മമേഖലയിൽ ഒരുപാട് പ്രതിസന്ധികൾ ഈ സമയത്ത് നേരിടുന്ന സാഹചര്യങ്ങളും നമ്മൾ അധ്വാനിക്കുന്നതിന് തക്കതായിട്ടുള്ള പ്രതിഫലം കിട്ടായികയും മൂലം പുതിയ കർമ്മമേഖലയ്ക്ക് കടക്കാനുള്ള ശ്രമങ്ങളുണ്ടാവും എന്ന് കാണുന്നു. സന്താനങ്ങൾക്ക് അഭിവൃദ്ധിയുള്ള കാലഘട്ടമാണ്. വിദ്യാഭ്യാസപരമായിട്ട് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും കാണുന്നില്ല. പഠിതാക്കൾക്ക് ഒരു നല്ല സമയമായിട്ട് സൂചിപ്പിക്കുന്നു. പൊതുവെയുള്ള ഒരു മനസമാധാനം അതുപോലെ തന്നെ സന്തോഷപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ മാസം പകുതിക്ക് ശേഷം നമ്മളെ തേടിയെത്തും എന്ന് കാണുന്നു. ചിലർക്ക് അല്പമായിട്ടുള്ള വരുമാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടതായിട്ടുള്ള ഒരു മാസമാണ്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ അനാവശ്യ ചെലവുകളൊക്കെ ഒഴിവാക്കേണ്ടതുണ്ട്. ഈ അലച്ചിൽ അപകീർത്തിപരമായിട്ടുള്ള ചില കാര്യങ്ങൾ എന്നുള്ള സന്ദർഭങ്ങളിലൊക്കെ തിരി ഒഴിവാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചൊരു പ്ലാനിങ്ങോടുകൂടി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന നന്നായിരിക്കും. വാദപ്രതിവാദങ്ങളിൽ വിജയം ഉണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നു. നേരത്തെ എന്തെങ്കിലും ഭൂമി നഷ്ടങ്ങളോ ഭൂമി സംബന്ധിക്കുന്നതായിട്ട് തർക്കങ്ങളോ കൂട്ടങ്ങളോ വ്യവഹാരങ്ങളോ ഉള്ളവർക്ക് അതൊക്കെ ഒരു സെറ്റിൽമെൻറ്റിലേക്ക് വരേണ്ട ഒരു കാലഘട്ടങ്ങളും, അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള ചില ജഡ്ജ്മെൻറ്റിലേക്ക് വരേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും കാണുന്നു. ചിലർക്ക് ഭൂമി വാങ്ങിക്കാൻ, അതായത് ഒരു സ്ഥലത്തു നിന്നും മാറി മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ മാറ്റത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുകയും, സ്ഥലം വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് നടക്കുകയും, പുതിയ സ്ഥലം, ഗൃഹം, വാഹനാധികാരങ്ങൾ എന്നിലേക്കുള്ളൊരു മാറ്റങ്ങളൊക്കെ പ്രത്യേകിച്ച് ഈ മാസം സൂചിപ്പിക്കുന്നു. മാതാവിന് അരിഷ്ടതകൾ ഉണ്ടാവാം. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും നല്ലൊരു ശ്രദ്ധ ഈ സമയത്ത് വേണ്ടതുണ്ട്. കഫനീർദോഷങ്ങളുടെ ശല്യങ്ങൾ വർദ്ധിക്കാം. ചിലർക്ക് ശിരോവ്യാധി, തലവേദന, കണ്ണിനസുഖങ്ങൾ, ഉദര സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ വരാനുള്ള സാധ്യതയും പറയുന്നു. ചീത്ത കൂട്ടുകെട്ടുകൾ ഒഴിവാക്കേണ്ടതുണ്ട്. ദുശീലങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ടതുണ്ട്. ചിലർക്ക് അഡിക്ഷനിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് അതെല്ലാം വളരെയധികം ശ്രദ്ധിക്കണം. എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യാനായി കൊണ്ടുള്ള പ്രാർത്ഥനയും വഴിപാടും എല്ലാം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വ്യാഴമൊക്കെ 12 സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് നല്ലവണ്ണം ദൈവാധീനം ഉണ്ടാക്കിയാൽ മാത്രമേ കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ദോഷപരിഹാരങ്ങൾ ചെയ്യുക, അവരവരുടെ ജാതകങ്ങൾ പരിശോധിക്കുക. ഇത് നമ്മുടെ ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികൾക്കും അത് പല രീതിയിലാണ് നമുക്ക് അനുഭവത്തിൽ വരിക. അതുകൊണ്ട് അവരവരുടെ ജാതക പരിശോധന നടത്തി തീർച്ചയായിട്ടും അത് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് നന്നായിരിക്കും. കൂടുതൽ വിശദാംശങ്ങൾക്ക് ജാതക പരിശോധന മുതലായിട്ട് കാര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ദൂരെയുള്ളവർക്ക് ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങളും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതുമാണ്. അപ്പോൾ ദോഷപരിഹാരങ്ങൾ നമ്മൾ ചെയ്യണം. ഗണേശപ്രീതി വരുത്തണം. മഹാവിഷ്ണു ഭജനം നല്ലവണ്ണം ചെയ്യേണ്ടതുണ്ട്. നവഗ്രഹ പ്രീതി വരുത്തി രാഹുകേതു ദോഷങ്ങൾക്ക് നിവൃത്തിക്കായിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും കുറച്ച് ദാനധർമാധികാരികൾ ഈ സമയത്ത് ചെയ്യുന്നതും വളരെയധികം ഗുണകരമായിട്ട് വരും എന്ന് പ്രത്യേകിച്ച് കാണുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ മാസം നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ. പുണർന്ന നക്ഷത്രത്തിൻ്റെ കാൽഭാഗവും പൂയവും ആയില്യ നക്ഷത്രമടങ്ങുന്ന കർക്കടകൻ രാശിക്കാർക്ക് ഈ 2024 ഒക്ടോബർ മാസം ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ, ശത്രുദോഷങ്ങളെല്ലാം തീർന്നു കിട്ടും എന്ന് പറയുന്നു. പൊതുവെ മറ്റുള്ളവരുമായിട്ടുള്ള ശത്രുതയും വിരോധങ്ങളും ഒന്ന് കുറഞ്ഞു കിട്ടുകയും സാമ്പത്തികപരമായിട്ട് പുഷ്ടി കാണുന്ന ഒരു മാസമായിട്ടും
തക്കതായിട്ടുള്ള ചിലവുകളും ഈ മാസം പ്രതീക്ഷിക്കാം എന്ന് കാണുന്നു. ദൂരദേശ യാത്രകൾ വേണ്ടിവരുന്ന മാസമാണ്. യാത്രയിൽ അപകടങ്ങൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കൂടപ്പുറപ്പുകൾക്കോ അതുപോലെ തന്നെ സഹായികൾക്കോ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളോ ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളോ നേരിടാം. കണ്ണിന് അസുഖങ്ങൾ വരാം. തലവേദന ഈ മാസം സൂചിപ്പിക്കേണ്ടത് ശ്രദ്ധിക്കണം. സന്ധിവേദനകൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ തൊഴിൽ രംഗത്ത് അല്പം ഭാരം കൂടുന്ന ഒരു മാസമായതുകൊണ്ട് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടതായിട്ട് വരും. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മനസ്സിന് ക്ലേശമുണ്ടാക്കും എന്നുള്ളത് കൊണ്ട് പ്രവൃത്തി മണ്ഡലത്തിലും കുടുംബത്തിലും പുറത്തുമൊക്കെ വിരോധങ്ങൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. എങ്കിലും ക്രമേണ നമുക്ക് ഗവൺമെൻറ് തലത്തിലുള്ളതായിട്ടുള്ള ഗുണങ്ങളൊക്കെ നേടാൻ സാധ്യതയുള്ളൊരു മാസമായിട്ടും സാമ്പത്തിക ലാഭങ്ങളും ആഗ്രഹ സാഫല്യങ്ങളും ഉണ്ടാവും എന്ന് കാണുന്നു. പുതിയ പ്രവൃത്തി മണ്ഡലത്തിലേക്ക് കടക്കാനുള്ള സാഹചര്യങ്ങളും പുതിയ ജോലി, പുതിയ ഉദ്യോഗം, സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അത്തരം മാറ്റങ്ങൾ, അതിലൂടെ നമുക്ക് നല്ല കാര്യവിജയങ്ങൾ, കീർത്തി, പ്രവൃത്തി മണ്ഡലത്തിൽ വിജയം, ദൂരദേശ യാത്രകൾ, അർഹിക്കുന്ന സ്ഥാനങ്ങൾ, പദവികളെല്ലാം വന്നുചേരൽ എന്നിവ ഈ മാസം സൂചിപ്പിക്കുന്നുണ്ട്. മാതൃസൗഖ്യം ഉണ്ടാവും. ബന്ധുജനപ്രീതി ക്രമേണ നമുക്ക് വന്നുചേരും. പ്രതാപങ്ങളും ഐശ്വര്യങ്ങളും നമുക്ക് വന്നുചേരാൻ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. ഇവർക്ക് നേരത്തെയുള്ള എന്തെങ്കിലും മനക്ലേശങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ തീരാനുള്ള ഒരു സാഹചര്യമായിട്ടും എല്ലാം ഒന്ന് കോംപ്രമൈസ് ചെയ്യണം എന്നാണ് പ്രത്യേകിച്ച് പറയുന്നത്. അപ്പോൾ ഇതുവരെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള സാഹചര്യങ്ങളോ വ്യക്തികളോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ എല്ലാവരുമായിട്ടും നമ്മളൊന്ന് കോംപ്രമൈസ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് മാസം സൂചിപ്പിക്കുന്നത്. അത്തരം ബുദ്ധിമുട്ടുകളിൽ നിന്നും ആ ഒരു പരിസ്ഥിതി മാറിക്കിട്ടാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. സ്വജനങ്ങളുടെ വിയോഗങ്ങൾ മനസ്സിന് ദുഃഖമുണ്ടാക്കും എന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ പതിപ്പിക്കണം. ചിലർക്ക് പെട്ടെന്നുള്ള ചെലവുകളോ നഷ്ടങ്ങളോ ഒക്കെ വരാം. യാത്രയിൽ ചെറിയ അപകടങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പിതാവിന് എന്തെങ്കിലും ദോഷങ്ങൾ ഈ സമയത്ത് സംഭവിക്കാം എന്ന് കാണുന്നു. ശ്രദ്ധിക്കുക. ധർമ്മകാര്യങ്ങളിൽ നിന്നും വ്യതിചലിക്കാതെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായിട്ട് പരിപാലിക്കേണ്ടതുണ്ട്. ഏത് മതസ്ഥരാണെങ്കിലും അവരുടെ മതപരമായിട്ടുള്ള ആ കാര്യങ്ങളിൽ നിന്നും വ്യതിചലിക്കാതെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം എന്ന് സൂചിപ്പിക്കുന്നു. ആത്മധൈര്യങ്ങൾ വർദ്ധിക്കും. ക്രമേണ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കും. പ്രവൃത്തി മണ്ഡലത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ഉയർച്ച ഉള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത്. വിവാഹമംഗളകർമ്മങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് അല്പം കൂടി കാലതാമസങ്ങൾ നേരിടും എന്ന് കാണുന്നു. പലതും വരുമെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ കാണുന്നു. വിദ്യാഭ്യാസപരമായിട്ട് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു മാസമായിട്ടും ദൂരദേശ യാത്രകൾക്ക് ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് നടക്കുന്ന യോഗങ്ങളും, ഉപരിപഠനങ്ങൾക്കായിട്ട് വിദേശങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകളും പ്രത്യേകിച്ച് കാണുന്നു. അന്യഭാഷാ ജ്ഞാനങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ മറ്റെന്തെങ്കിലുമൊക്കെ ലാംഗ്വേജൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അബ്രോഡൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതും പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പ്രവൃത്തി മണ്ഡലത്തിൽ പല മാറ്റങ്ങൾക്കും വിധേയമാവും. ഒന്നല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങളും പരീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഈ അഷ്ടമശനി കാലഘട്ടങ്ങൾ കഴിയുന്നവരേക്ക് നമ്മൾ വളരെ ശ്രദ്ധയും കരുതലും വേണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ഒരു 100% നമുക്ക് തൃപ്തികരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് കൂടുതൽ നമ്മൾ ശ്രദ്ധയും കരുതലും വേണ്ടതുണ്ട്. അവരവരുടെ ജാതക പരിശോധന കാര്യങ്ങളെല്ലാം നടത്തി തക്കതായിട്ടുള്ള പ്രതിവിധികളൊക്കെ നമ്മൾ ചെയ്തു പോകേണ്ടതുണ്ട്. നമ്മൾ ഈ മാസഫലങ്ങളെല്ലാം ഒരു ജനറലായിട്ടുള്ള ഫലങ്ങളാണ് വരിക എന്നുള്ളത് കൊണ്ട് ഓരോ വ്യക്തികൾക്കും നമുക്ക് അതിൻ്റെ ഫലങ്ങളൊക്കെ ചിലപ്പോൾ അനുഭവങ്ങളൊക്കെ ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ അവരവരുടെ ജാതക പരിശോധന നടത്തി വേണം നമുക്ക് വിലയിരുത്താൻ. അപ്പോൾ ജാതക പരിശോധനാ കാര്യങ്ങൾ ആവശ്യമുള്ള തീർച്ചയായിട്ടും നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ദൂരെയുള്ളവർക്ക് ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങളിലും പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ദോഷപരിഹാരങ്ങളെല്ലാം ചെയ്യുക, ഗണേശപ്രീതി വരുത്തുക, ശനിദോഷ പരിഹാരങ്ങൾ ചെയ്യുക, ദേവീ മന്ത്രങ്ങൾ നല്ലവണ്ണം ജപിക്കുക, കുടുംബ പരദേവതാക്ഷേത്രത്തിൽ വിശേഷ വഴിപാടുകളും കാര്യങ്ങളും നടത്തുക. അതുപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമി നല്ലവണ്ണം ഭജിക്കുന്നതും മഹാവിഷ്ണു ഭജനം ചെയ്യുന്നതൊക്കെ വളരെയധികം നല്ലതാണ് എന്നീ മാസം സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെയാണ് കർക്കിടകൻ രാശിക്കാർക്ക് ഈ മാസം ലഭിക്കുന്ന
കാര്യങ്ങൾ. മകവും പൂരവും ഉത്രത്തിൻ്റെ കാൽഭാഗവും അടങ്ങുന്ന ചിങ്ങൻ രാശിക്കാർക്ക് ഈ ഒക്ടോബർ മാസം ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ എന്ന് പരിശോധിക്കുമ്പോൾ സാമ്പത്തികപരമായിട്ട് നല്ല ഉയർച്ചയുള്ള ഒരു മാസമായിട്ട് കാണുന്നു. ദുർവ്യയങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. വരുമാനത്തിന് തക്കതായിട്ടുള്ള ചെലവുകളും ഈ മാസം പ്രതീക്ഷിക്കാം. നേത്രാമയം പറയുന്നു, കണ്ണിൻ്റെ അസുഖം, തലവേദന മുതലായിട്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില വിശ്വാസവഞ്ചനകൾ വളരെയധികം ശ്രദ്ധിക്കണം. ചില കാര്യങ്ങൾ നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങളെല്ലാം മാറ്റിവെക്കേണ്ടതായിട്ട് ചില സാഹചര്യങ്ങൾ കാണുന്നു. അതുപോലെ ബന്ധുജനങ്ങൾക്ക് എന്തെങ്കിലും അരിഷ്ടതകളോ മനക്ലേശങ്ങളോ കടന്നു പോവാം. ആരോഗ്യ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മാസമായിട്ടാണ് കാണുന്നത്. ഈ മാസം പകുതിക്ക് ശേഷം പല മാറ്റങ്ങളും ചിങ്ങൻ രാശിക്കാർക്ക് ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. പലതരം നമ്മൾ പ്രതീക്ഷിക്കാത്ത പല നേട്ടങ്ങൾ സംഭവിക്കാം. സാമ്പത്തികപരമായിട്ടുള്ള ഒരു അഭിവൃദ്ധി പറയുന്നു. നമ്മുടെ വാക്കുകൾക്കൊക്കെ ഒരു മതിപ്പ് ലഭിക്കുന്ന ഒരു കാലഘട്ടമായിട്ടും ഐശ്വര്യങ്ങളും ആഗ്രഹസിദ്ധിയും ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. പല മേഖലയിൽ നിന്നും സാമ്പത്തിക ലാഭങ്ങൾ നമ്മളെ തേടിയെത്താം എന്ന് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഭൂമി സംബന്ധിക്കുന്ന കാര്യങ്ങളോ പൂർവ്വ സ്വത്ത് സംബന്ധിക്കുന്ന കാര്യങ്ങളുടെ തീരുമാനങ്ങളോ ഈ മാസം കൈക്കൊള്ളേണ്ടതായിട്ട് വരും എന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. എല്ലാം നിയമാനുസൃതം ചെയ്യേണ്ടതും ചില രേഖകളെല്ലാം ശരിയാക്കി വെക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ടാവും എന്ന് കാണുന്നു. മധ്യസ്ഥ ചർച്ചകളിലൂടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിഹാരം തേടേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാലമാണ്. പലതും കോംപ്രമൈസ് ചെയ്യണമെന്നാണ് ഈ മാസം സൂചിപ്പിക്കുന്നത്. അപ്പോൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളല്പം വിട്ടുവീഴ്ച മനോഭാവത്തോടെ പോകുന്നത് നമുക്ക് ആ കാര്യത്തിൻ്റെ ഒരു തീരുമാനത്തിലേക്ക് എത്തിപ്പെടാനും അതിൽ നിന്നുള്ള ഫലങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കാനും സാധിക്കും എന്ന് സൂചിപ്പിക്കുന്നു. വാദപ്രതിവാദങ്ങളും കലഹങ്ങളും മാക്സിമം ഒഴിവാക്കുക. അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ട ഒരു സമയമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ചിലർക്ക് ട്രാൻസ്ഫർ ആവാം, അല്ലെങ്കിൽ പുതിയ തൊഴിൽ രംഗത്തേക്ക് കടക്കലാവാം. ചിലർക്ക് നേരത്തെ ചെയ്ത ജോലിയിൽ വലിയ സാമ്പത്തിക ലാഭം ഇല്ലാത്തത് കൊണ്ട് പുതിയ ജോലിയിലേക്ക് കയറാനുള്ള ചില പരിശ്രമങ്ങളും അതിൻ്റേതായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും എന്ന് കാണുന്നുണ്ട്. അതുപോലെ സ്ഥാനമാനങ്ങൾ ഒക്കെ നമ്മളെ തേടിയെത്തും. ധനസിദ്ധി ഉണ്ടാവും. നേതൃത്വ ഗുണങ്ങൾ വരാനുള്ള സാധ്യത പ്രത്യേകിച്ച് ഈ മാസം കാണുന്നു. കണ്ടകശനി നടക്കുന്ന ഒരു സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് ആരോഗ്യകാര്യങ്ങൾ നല്ല ശ്രദ്ധ വേണം. മൂത്രാശയ രോഗങ്ങൾ, ഉദര സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ, സന്ധിവേദനകൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. യാത്രകൾ വരാം. അതുപോലെ ചില മാനഹാനികൾ നേരിടാൻ സാധ്യതയുണ്ട്. പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർ വളരെയധികം സൂക്ഷിക്കണം. പ്രത്യേകിച്ച് കലാസാംസ്കാരിക മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ചില അപകീർത്തികരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ കേൾക്കാനോ അത് മുഖാന്തരമുള്ള മനപ്രയാസങ്ങൾക്കൊക്കെ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. ചിലർക്ക് ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം മനക്ലേശങ്ങൾ ഈ സമയത്ത് കടന്നുപോകും. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവിടെയും കോംപ്രമൈസ് ചെയ്യേണ്ടതുണ്ട്. വിട്ടുവീഴ്ച മനോഭാവത്തോട് മുന്നോട്ട് പോവുക. ദാമ്പത്യ കലഹങ്ങൾ ഒഴിവാക്കുക. അതുപോലെ ഈ പാർട്ട്ണർഷിപ്പ് സംരംഭങ്ങൾ ഈ സമയത്ത് ചെയ്യുന്നത് അത്രയ്ക്ക് നല്ലതല്ല എന്ന് സൂചിപ്പിക്കുന്നു. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. അതൊക്കെ നമ്മൾ വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു കാലഘട്ടങ്ങളിലേക്ക് പോകും. അതല്ലെങ്കിൽ അത് നമുക്ക് വലിയ ഗുണമില്ല എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ അത് നമ്മൾ വൈൻഡപ്പ് ചെയ്തുകൊണ്ട് അതൊന്നും പിന്മാറുന്ന സാഹചര്യങ്ങൾ വരാം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. കാർഷിക മേഖലയിൽ നല്ല അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ഈ വാഹന യാത്രയിൽ ചെറിയ അപകടങ്ങളോ അല്ലെങ്കിൽ കൈവശമുള്ള വാഹനങ്ങൾക്ക് എന്തെങ്കിലും ചിലവുകൾ വരികയോ ഒക്കെ ആവാം. അത് ശ്രദ്ധിക്കുക. ചിലർക്ക് പഴയ വാഹനങ്ങളൊക്കെ കൊടുത്ത് പുതിയ വാഹനങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതകളും കാണുന്നു. അതുപോലെ തന്നെ സ്ത്രീജനങ്ങളുമായിട്ട് ചില കലഹങ്ങളോ വാദപ്രതിവാദങ്ങളോ ഒഴിവാക്കുക. വ്യവഹാരങ്ങൾ ഒക്കെ നമ്മൾ നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യണം എന്ന് പറയുന്നു. കുറച്ച് കാലങ്ങളായിട്ട് ഭൂമി തർക്കങ്ങളോ മറ്റോ പ്രശ്നങ്ങളൊക്കെ ഉള്ളതൊക്കെ ഒരു ജഡ്ജ്മെൻറ്റിലേക്ക് വരും എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിയമജ്ഞന്മാരുമായിട്ട് കൂടിയാലോചിച്ച് നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് നന്നായിരിക്കും. ഭൂമി തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. നിയമപ്രശ്നങ്ങളുടെ അതൊക്കെ ഒന്ന് പരിഹരിക്കപ്പെടും എന്ന് കാണുന്നു. ചിലർക്ക് പെട്ടെന്നുള്ള ചില ഇൻഷുറൻസ് ഒക്കെ സംഭവിക്കാം. അപകടം, കാര്യതടസ്സം ഇതൊക്കെ വരാനുള്ള രോഗങ്ങൾ അതൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലായതുകൊണ്ട് ശ്രദ്ധയും കരുതലും വേണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിലെ ക്രയവിക്രയങ്ങളിലും അല്പം ശ്രദ്ധ വേണം. ചിലർക്ക് ലോണൊക്കെ ഈ സമയത്ത് പാസ്സാവുന്ന അവസ്ഥകളും
അല്ലെങ്കിൽ മുമ്പ് നമുക്ക് കിട്ടാനുള്ള എന്തെങ്കിലും ധനങ്ങളോ കാര്യങ്ങളോ ഒക്കെ വന്നു ചേരാനോ ഗൃഹത്തിൻ്റെ കാര്യങ്ങൾക്കോ ഒക്കെ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ ഒന്ന് തരണം ചെയ്ത് ഗവൺമെൻറ്റുപരമായിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ നേടാൻ പറ്റുന്ന ഒരു മാസമായിട്ട് കാണുന്നു. വർത്തമാനങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. പൊതുരംഗത്ത് പ്രത്യേകം ശ്രദ്ധകൾ ചെലുത്തണം. ഈ സമയത്ത് കുറച്ച് ദോഷപരിഹാരങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇത് നമ്മുടെ ഒരു ജനറൽ ആയിട്ടുള്ള ഫലങ്ങളായതുകൊണ്ട് എല്ലാവർക്കും പലതരത്തിലാണ് നമുക്കത് അനുഭവത്തിൽ വരിക. എങ്കിലും നമുക്കൊരു 80% ഈ ഫലങ്ങളൊക്കെ കടന്നു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കണക്കാക്കാം. കൂടുതൽ വിശദാംശങ്ങൾ അവരവരുടെ ജാതകങ്ങൾ പരിശോധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കും. ജാതക പരിശോധന മുതലായിട്ട കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ദൂരെയുള്ളവർക്ക് ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട കാര്യങ്ങളെല്ലാം പ്രയോജനപ്പെടുത്താവുന്നതാണ്. എല്ലാവരും നല്ലവണ്ണം പ്രാർത്ഥിക്കുക. ഈ മാസം പ്രത്യേകിച്ച് ശനിദോഷ പരിഹാരങ്ങൾ ചെയ്യണം. എല്ലാ മാസവും ഗണപതി ഹോമം, ഭഗവതി സേവ മുതലായിട്ട കാര്യങ്ങൾ നടത്തുകയും ശാസ്താവിന് അഷ്ടോത്തരി നീരാഞ്ജനം മുതലായിട്ട കാര്യങ്ങളും നൈവൾക്ക് മാല പുഷ്പാഞ്ജലി എന്നിവ നടത്തുകയും ശിവക്ഷേത്രത്തിലും യഥാശക്തി വഴിപാടുകളും അശരണർക്കും അഗതികൾക്കും എന്തെങ്കിലും ദാനധർമ്മങ്ങളും നടത്തുന്നതും ദോഷങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെയാണ് ഈ മാസം നമുക്ക് ലഭിക്കുന്ന ഫലങ്ങൾ. ഉത്രത്തിൻ്റെ മുക്കാൽ ഭാഗവും അത്തവും ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയും അടങ്ങുന്ന കന്യരാശിക്കാർക്ക് ഈ 2024 ഒക്ടോബർ മാസം ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ സർവ്വകാര്യങ്ങളും വിജയം കൈവരിക്കാൻ പറ്റുന്ന ഒരു മാസമായിട്ട് കാണുന്നു. സ്വത്തുവകകളൊക്കെ നമുക്ക് വന്നു ചേരുകയും പ്രസിദ്ധി, കലാ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ നല്ല അഭിവൃദ്ധികൾ, പ്രത്യേകിച്ച് പുതിയ ടെക്നോളജി ബേസായിട്ടുള്ള അറിവുകൾ, നൂതന സാങ്കേതിക വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾ, ഉപരിപഠനങ്ങൾ, ദൂരദേശ യാത്രകൾ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ശാസ്ത്രജ്ഞാനങ്ങൾ, സ്ഥാനപ്രാപ്തി, അധികാരലബ്ധി, ദൂരദേശ യാത്രകൾ എന്നിവയെല്ലാം ഈ മാസം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കുറേ മനക്ലേശങ്ങളൊക്കെ ഒഴിഞ്ഞ് നമുക്ക് നല്ല കാര്യങ്ങൾ വരാനുള്ള ഒരു മാസമായിട്ട് കാണുന്നു. ചിലർക്ക് കണ്ണിന് ചികിത്സകൾ നടത്തേണ്ട ഒരു മാസമായിട്ടും ചിലർക്ക് ഉദര സംബന്ധിക്കുന്നതായിട്ടുള്ള വ്യാധികൾക്ക് ചികിത്സകൾ തേടേണ്ട സമയമായിട്ടും ചിലർക്ക് പല്ലിന് ദീനങ്ങൾ ഇതൊക്കെ വരാനുള്ള സാധ്യതയും പ്രത്യേകിച്ച് ഒരു നാഡീബലക്കുറവ്, ശരീരത്തിൻ്റെ ഒരു ബലക്കുറവ്, ക്ഷീണം ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു. ധനദുർവ്യയങ്ങൾക്ക് സാധ്യതയുണ്ടെന്നുള്ളത്, അനാവശ്യ ചെലവുകൾ ഒഴിവാക്കണം. ചിലർക്ക് ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത പറയുന്നു. മറ്റൊരു ജോലി തേടേണ്ട ഒരു സാഹചര്യങ്ങൾ ആണ് ഈ മാസം പ്രത്യേകിച്ച് കാണുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്, വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചെറിയ കാര്യതടസ്സങ്ങൾ നമ്മൾ പ്രാർത്ഥനയിലൂടെയും ജപസാധനയോടെയും ശ്രദ്ധയിലൂടെയും പ്രീ പ്ലാനിങ്ങോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് പോയി അതിനെ മറികടക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. അതാത് സാഹചര്യത്തിലുള്ള സമയ സന്ദർഭങ്ങളൊക്കെ വെച്ച് മുന്നോട്ട് പോകരുത്, എല്ലാത്തിനും ഒരു പ്ലാനിങ് വേണം എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ചിലർക്ക് ദൂരദേശ യാത്രകളൊക്കെ വരാനുള്ള സാധ്യത പറയുന്നു. ചില അപവാദങ്ങളിൽ നിന്നൊക്കെ ഒഴിവായി നിൽക്കേണ്ട ഒരു സാഹചര്യമായതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബന്ധുക്കളുമായിട്ടുള്ള കലഹങ്ങളും വാദപ്രതിവാദങ്ങളും ഒഴിവാക്കണം. രാജദോഷങ്ങളായിട്ടുള്ള വാക്കുകൾ നിമിത്തം ദോഷങ്ങൾ സംഭവിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി തീർക്കും. ഒരു വാക്ക് കൊണ്ട് തന്നെ പല മനക്ലേശങ്ങൾക്കും സാധ്യത ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് കാണുന്നു. അതുകൊണ്ട് തന്നെ ചില വ്യക്തിത്വ പ്രതിസന്ധികളും നമുക്ക് പല അവസരങ്ങളും നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷങ്ങളും നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നവർ പോലും പ്രതികൂലാവസ്ഥയിൽ നമുക്ക് എഗെയിൻസ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന ചില സാഹചര്യങ്ങളും ഉണ്ടാവും എന്ന് കാണുന്നു. നല്ല വ്യക്തികളുടെ സപ്പോർട്ടുകളും നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും ഉപാസന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ആരോഗ്യ വരുമാനത്തിൽ ശ്രദ്ധിക്കുകയും ഒരുപാട് മോട്ടിവേഷണലായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമായിട്ട് കാണുന്നു. ചിലർക്ക് വല്ലാതൊരു ഡിപ്രഷൻ മൂഡിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്, അതിനെ നമ്മൾ മറികടക്കേണ്ടതുണ്ട് എന്ന് കാണുന്നു. മനസ്സിനെ നിയന്ത്രിക്കേണ്ടതും ജപസാധനങ്ങളിലേക്ക് കടക്കേണ്ടതും എല്ലാവരും, എല്ലാ മതസ്ഥരും അവരവരുടെ മതകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. അത് ഗുരുക്കന്മാരുടെ സപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കും, പിതൃക്കളുടെ സപ്പോർട്ടുകൾ ലഭിക്കും എന്ന് കാണുന്നു. പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും നല്ല ഗുണങ്ങൾ
വന്നു ചേരാനുള്ള സാധ്യതകൾ കാണുന്നു. ധർമ്മചിന്ത വെടിയാതെ ഉപാസന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതും പറ്റാവുന്ന ദാനധർമ്മങ്ങൾ ഈ സമയത്ത് ചെയ്യേണ്ടതും അത്യാവശ്യമായിട്ടുള്ള കാര്യമായിട്ട് സൂചിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ആരോഗ്യ കാര്യങ്ങളും ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ പുതിയ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകളും സംരംഭങ്ങളും ഒക്കെ പ്ലാനിങ് ഒക്കെ ഉണ്ടാവും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നല്ല വ്യക്തികളുമായിട്ടുള്ള സാവകാശങ്ങളും നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കാനുള്ളതായിട്ട് ശ്രമങ്ങളും നഷ്ടപ്പെട്ടത് പലതും തിരിച്ചെടുക്കാനുള്ളതായിട്ടുള്ള ഒരു പരിശ്രമങ്ങളും ഈ മാസം ഉണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നു. പൊതുവെ സാമ്പത്തികമായിട്ട് ക്രമേണ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവും എന്നാണ് കാണുന്നത്. കുടുംബത്തിൽ സൗഖ്യങ്ങൾ വന്നു ചേരും. രാജബഹുമാനാദി കാര്യങ്ങളെല്ലാം വന്നു ചേരാനുള്ള സാധ്യതകളും കാണുന്നു. പുതിയ ജോലി, പുതിയ സാഹചര്യങ്ങൾ, പുതിയ ഉദ്യോഗം മുതലായിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് വന്നു ചേരാനും കടബാധ്യതകൾ തീരാനും ഉന്മേഷം, അഭിവൃദ്ധികളൊക്കെ വന്നു ചേരാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങളും പ്രശ്നങ്ങളും മനക്ലേശങ്ങളും വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപവാദങ്ങളെന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കുന്നതും വളരെയധികം നന്നായിരിക്കും. ഈ സമയങ്ങളിൽ വലിയ ബിസിനസ് സംരംഭങ്ങളിലേക്ക് കടക്കുന്നത് അത്രയ്ക്ക് നല്ലതല്ല എന്നുള്ളതും പറയുന്നുണ്ട്. കാർഷിക മേഖലയിൽ പറയത്തക്ക നല്ല അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും ഉണ്ടാവുകയും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല ഗുണങ്ങളും വിദ്യാർത്ഥികൾക്കും വളരെയധികം നല്ല ഗുണങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത്. അന്യഭാഷാ ചാനങ്ങളൊക്കെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും പുതിയ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ ലാംഗ്വേജൊക്കെ പഠിക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങളോ അബ്രോഡ് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകളോ ഒക്കെ ഉണ്ടാവുമെന്നാണ് കാണുന്നത്. യാത്രാകാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കുക. വ്യക്തിത്വ പ്രതിസന്ധികൾ നമുക്ക് തരണം ചെയ്യുക. മനസ്സിനെ സ്റ്റേബിളായിട്ട് നിർത്തേണ്ട ഒരു സമയമാണ്. ആരോഗ്യപരിപാലനം ഉണ്ടാവേണ്ട സമയമാണ്. എല്ലാത്തിനും നല്ല ക്ഷമയോടുകൂടി മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. എല്ലാവരും അവരുടെ ജാതകങ്ങളെ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇത് നമ്മളൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും പലതരത്തിലാണ് നമുക്ക് അനുഭവത്തിൽ എങ്കിലും ഒരു 80% നമുക്കതിൻ്റെ നല്ല വശങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുഭവത്തിൽ വരാനും സാധ്യതയുണ്ട് നമ്മൾ കണക്കാക്കാം. കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ അവരവരുടെ ജാതകം പരിശോധിച്ച് വിലയിരുത്തേണ്ടതാണ്. ജാതക പരിശോധനാ കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ദൂരെയുള്ളവർക്ക് ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങളും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം പ്രയോജനപ്പെടുത്താവുന്നതാണ്. എന്തായാലും നല്ലവണ്ണം പ്രാർത്ഥിക്കുക. ഭഗവത് പ്രീതി ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെയാണ് ഈ മാസം നമുക്ക് ലഭിക്കുന്ന ഫലങ്ങൾ. ചിത്രയരയും ചോതിയും വിശാഖത്തിൻ്റെ 3/4 ഭാഗവും അടങ്ങുന്ന തുലാം രാശിക്കാർക്ക് ഈ 2024 ഒക്ടോബർ മാസത്തിലുണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ അധിക ചെലവുകൾ ഈ മാസം പറയുന്നത് ശ്രദ്ധിക്കണം. നേരത്തെ നമ്മൾ സ്വരൂപിച്ച് വെച്ച കാര്യങ്ങളെല്ലാം മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാനായിക്കൊണ്ട് നമ്മൾ ചെലവഴിക്കുകയും നേരത്തെ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അല്പം ഒന്ന് മാറ്റി ചിന്തിക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും. അതിലൂടെ നമ്മൾ പുതിയ കാര്യങ്ങളിലേക്ക് ഒരു കണക്ടിവിറ്റി ഉണ്ടാവുകയും പലതരത്തിലുള്ള ലാഭങ്ങൾ ക്രമേണ വന്നു ചേരാനും സാധ്യതയുണ്ട് എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ചിലവർക്ക് തന്നെ നഷ്ടങ്ങൾ സംഭവിക്കാൻ ചില വിശ്വാസവഞ്ചനകൾ കടന്നു പോകാനുള്ള സാധ്യത പറയുന്നത് കൊണ്ട് സാമ്പത്തികപരമായിട്ട് കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധയും കരുതലും വേണം എന്ന് കാണുന്നു. ചിലർക്ക് ഭാഗ്യദോഷങ്ങൾ സംഭവിക്കാം. ചിലത് കയ്യിൽ വന്ന് നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാവാം എന്ന് സൂചിപ്പിക്കുന്നു. പിതാവിന് അല്പം ദോഷം കടന്നു പോകാം. അതല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില അപവാദങ്ങളോ അപകീർത്തിപരമായിട്ടുള്ള ചില വിഷമതകളോ ഈ സമയത്ത് നേരിടാം. അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ മതകാര്യങ്ങളിലും ധർമ്മകാര്യങ്ങളൊന്നും വ്യതിചലിക്കാതെ ഏത് മതസ്ഥരായാലും അവരവരുടെ സാധന കാര്യങ്ങളിലും ജപസാധനങ്ങളിലും നമ്മൾ വ്യതിചലിക്കാതെ മുന്നോട്ട് പോകണം എന്ന് പ്രത്യേകിച്ച് കാണുന്നു. ചിലവർക്ക് ചില ശത്രുഗതമായിട്ടുള്ള ചില പ്രവൃത്തിദോഷങ്ങളോ ഉപദ്രവങ്ങളോ നേരിടാം. വിശ്വാസവഞ്ചനകൾ ചിലപ്പോൾ സംഭവിക്കാനും സാധ്യതയുണ്ട്. വ്യവഹാരങ്ങൾ ഫേസ് ചെയ്യാനുള്ള സാധ്യതകളും ചിലർക്ക് കഠിനമായിട്ട് ചില ദുഃഖങ്ങളും പ്രതിസന്ധികളൊക്കെ കടന്നുപോകും എന്നും സൂചിപ്പിക്കുന്നു. ചില വ്യക്തികൾക്ക് ചില ബന്ധുജനങ്ങളുടെ വിയോഗങ്ങൾ മനസ്സിൽ ദുഃഖമുണ്ടാക്കും എന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. അതേപോലെ ചിലർക്ക് നിയമപ്രശ്നങ്ങൾ ഫേസ് ചെയ്യാനുള്ള സാധ്യതയും പ്രത്യേകിച്ച് പറയുന്നു.
പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വാദപ്രതിവാദങ്ങളും വിവാദങ്ങളൊന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടതുണ്ട്. ഈ മാസം പകുതിക്ക് ശേഷം കാര്യമാത്രമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാൻ സാധ്യതയുണ്ട് എന്ന് പ്രത്യേകിച്ച് കാണുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാമ്പത്തിക മേന്മ, അതുപോലെ തന്നെ കുടുംബത്തിൽ ഉള്ള പ്രതിസന്ധികളെല്ലാം മാറി കുടുംബത്തിൽ സമാധാനം, ഐക്യം മുതലായവ, വാക്കുകൾക്കൊക്കെ ഒരു മതിപ്പ് കിട്ടുന്ന സാഹചര്യങ്ങൾ, പുതിയ സ്ഥലം, വീട്, വാഹനാദി കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് സന്താനങ്ങൾക്ക് ഒരു നല്ല അഭിവൃദ്ധിയുള്ള കാലഘട്ടം, സന്താന പ്രീതികരമായിട്ടുള്ള ഒരു സമയമായിട്ടും ശത്രുക്കളിൽ നിന്നും വിജയം കൈവരിക്കാനും കടബാധ്യതകൾ തീരാനും രോഗാധീനങ്ങൾക്ക് ശമനം വരാനും ജീവിതത്തിൽ പലതരത്തിലുള്ള പുരോഗതികൾ കണ്ടെത്താനും സാധിക്കും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത് ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും ഒഴിവാക്കണം. അതിലൂടെ ചില വ്യവഹാരങ്ങളോ ചില ബുദ്ധിമുട്ടുകളോ നേരിടാനുള്ള സാധ്യതകൾ കൂടുതലായതുകൊണ്ട് ശ്രദ്ധിക്കണം. അനാവശ്യ ചിന്തകൾ ഒഴിവാക്കുക, ഓവർ തിങ്കിങ് ഒഴിവാക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കണം. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കണക്ടിവിറ്റി ഉണ്ടാവണം. നല്ല വ്യക്തികളുമായിട്ട് ഇടപെടുക, ഗുരുജനങ്ങളുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുക, കൂടുതൽ ഈശ്വര്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ പലതരത്തിലുള്ള അഡിക്ഷനിലേക്ക് പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിക്കുന്നു. മറ്റെന്തെങ്കിലും നഷ്ടപ്പെട്ടതായിട്ട് ചില വസ്തുക്കൾ തിരിച്ച് നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളോ, മറ്റെന്തെങ്കിലും ദൂരെയുള്ള വ്യക്തികൾ നമുക്ക് വന്നു ചേരുന്നതായിട്ടുള്ള അവസ്ഥകളോ, കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ വേർപിരിഞ്ഞിരിക്കുന്നതായിട്ട് വ്യക്തികൾക്ക് ഒരു റീയൂണിയൻ പോലെയോ അല്ലെങ്കിൽ ഒരു റീകൺസിലേഷൻ പോലെയൊക്കെയുള്ളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകളും സൂചിപ്പിക്കുന്നുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും സംഭവിക്കുകയില്ല. പ്രത്യേകിച്ച് വിവാഹമംഗളകർമ്മങ്ങൾ അല്പം തീരുമാനങ്ങൾ വൈകുമെങ്കിലും ക്രമേണ നല്ല വിവാഹാലോചനകളൊക്കെ വന്നു ചേരാനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കെല്ലാം വളരെയധികം അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് ഉപരിപഠനങ്ങൾക്കൊക്കെ സാധ്യതയുള്ള ഒരു സമയമായതുകൊണ്ടും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റെല്ലാം എടുത്ത് ഉപരിപഠനങ്ങൾക്ക് പുഷപിക്കും. തീർച്ചയായിട്ടും അതൊക്കെ നടന്നു കിട്ടാനും സാധ്യതയുണ്ട് എന്ന് പ്രത്യേകിച്ച് കാണുന്നു. കാർഷിക മേഖലയിലും പ്രത്യേകിച്ച് നല്ല അഭിവൃദ്ധികളും കാണുന്നുണ്ട്. ബിസിനസ് രംഗം അത്രയ്ക്ക് നമുക്ക് ശോഭിക്കില്ല എങ്കിലും അവിടെ വലിയ ലാഭങ്ങളില്ല എങ്കിലും നമുക്ക് ഒരുവിധം തെറ്റില്ലാത്ത വരുമാനങ്ങളൊക്കെ വന്നു ചേരാനും സാമ്പത്തിക ലാഭങ്ങളുണ്ടാവും എന്നുള്ളതും സൂചിപ്പിക്കുന്നു. ഇതെല്ലാം നമുക്കൊരു ജനറലായിട്ടുള്ള ഫലങ്ങളായതുകൊണ്ട് അവരവരുടെ ജാതകങ്ങൾ കൂടി പരിശോധിച്ച് നമ്മൾ വേണ്ട തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതാണ്. കൂടുതൽ വിശദാംശങ്ങൾക്ക് തീർച്ചയായിട്ടും നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ദൂരെയുള്ളവർക്ക് ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങളും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എല്ലാവരും ദോഷപരിഹാരങ്ങൾ ചെയ്യുക, ഭഗവത് പ്രീതി വരുത്തുക. പ്രത്യേകിച്ച് വ്യാഴമ്പഴയൊക്കെ നടക്കുന്ന സമയത്ത് നല്ലവണ്ണം മഹാവിഷ്ണു ഭജനം ഈ സമയത്ത് ചെയ്യുന്നത് നല്ലതാണ്. വ്യാഴാഴ്ചകൾക്ക് പ്രാധാന്യം എടുത്തുകൊണ്ട് അത്യാവശ്യം ദാനധർമ്മങ്ങളും കൂടുതൽ ഉപാസനാപരമായിട്ട് കാര്യങ്ങളും ധർമ്മകാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ദോഷങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും എന്ന് സൂചിപ്പിക്കും. അപ്പോൾ ഇത്തരം ഫലങ്ങളൊക്കെയാണ് നമുക്ക് മാസം ലഭിക്കുന്ന വിവരങ്ങൾ. വിശാഖത്തിൻ്റെ കാൽഭാഗവും അനിഴും തൃക്കേട്ടയും അടങ്ങുന്ന വൃശ്ചികം രാശിക്കാർക്ക് 2024 ഒക്ടോബർ മാസം ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ എന്നുള്ളത് പരിശോധിക്കുമ്പോൾ അർഹിക്കുന്ന സ്ഥാനലാഭങ്ങളൊക്കെ വരും എന്നാണ്. ഐശ്വര്യങ്ങൾ വർദ്ധിക്കും, രോഗശാന്തി ഉണ്ടാവും എന്ന് കാണുന്നു. നല്ല പ്രവർത്തികൾ ചെയ്യാനുള്ളതായിട്ടുള്ള സാഹചര്യങ്ങളും പലതരത്തിലുള്ള സുഖഭോഗങ്ങളൊക്കെ വർദ്ധിക്കുകയും പ്രവൃത്തി മണ്ഡലത്തിൽ വിജയം കൈവരിക്കുകയും ഉണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നു. ബന്ധുജനങ്ങളുടെ വിയോഗങ്ങൾ മനസ്സിന് ചില ദുഃഖങ്ങൾ ഉണ്ടാക്കും. അതുപോലെ അകാരണമായിട്ടൊരു ഭയം, വ്യാധികൾ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളും ഈ ചിലവർക്ക് കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചില മനക്ലേശങ്ങൾ അതിൽ നിന്നും വ്യതിചലിക്കാതെ അല്ലെങ്കിൽ അത് മാറാൻ പറ്റാത്ത ചില സ്ഥിതിവിശേഷങ്ങൾ മൂലം ചില ഡിപ്രഷനായിട്ടുള്ള അവസ്ഥകളിലേക്ക് പോകാനുള്ള സാധ്യതകളും ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും അകന്നു നിൽക്കുന്നതായിട്ടുള്ള ചില സാഹചര്യങ്ങളും ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് കാണുന്നു. വാചാലത വർദ്ധിക്കും എന്നാണ്, വർത്തമാനങ്ങളൊക്കെ പിടിപിടിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. പലതരത്തിലുള്ള ധനാഗമങ്ങൾക്ക് സാധ്യത കാണുന്നു. പല നല്ല കാര്യങ്ങളും ഈ സമയം വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ്. വിവാഹമംഗളകർമ്മസിദ്ധി, ദാമ്പത്യ സൗഖ്യം, ദൂരദേശയാത്രകൾ, അന്യഭാഷാ ജ്ഞാനങ്ങൾ, പുതിയ സംരംഭങ്ങൾ, പുതിയ ജോലിയിൽ പ്രവേശിക്കൽ, പുതിയ വസ്തു കാര്യങ്ങളെല്ലാം വാങ്ങിച്ചെടുക്കൽ, കടബാധ്യതകൾ തീർക്കാനുള്ള സാഹചര്യങ്ങൾ, വാണിജ്യ വ്യവസായ രംഗങ്ങളിൽ അഭിവൃദ്ധി,
അതുപോലെ തന്നെ ഗൃഹം, വാഹനം മുതലായിട്ട കാര്യങ്ങളൊക്കെ മാറ്റി വാങ്ങിക്കൽ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, ചിലവർക്ക് ഭൂമി ആയിട്ട് ബന്ധപ്പെട്ട ചില വ്യവഹാരങ്ങളോ തർക്കങ്ങളോ കൂട്ടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു ജഡ്ജ്മെൻറ്റിലേക്ക് വരേണ്ട ഒരു കാലഘട്ടങ്ങളും പുതിയ ഗൃഹത്തിലേക്ക് മാറി താമസിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യങ്ങളും ഒക്കെ സംജാതമാവും എന്ന് കാണുന്നു. പൊതുവേ ധനാഭിവൃദ്ധിയുള്ള ഒരു മാസമാണ്. സാമ്പത്തികപരമായിട്ട് പല മേഖലയിൽ നിന്നും നമുക്ക് വരുമാനങ്ങളൊക്കെ വന്നു ചേരുന്ന മാസമായിട്ട് കാണുന്നു. വസ്ത്രാഭരണ ലാഭങ്ങളും ശുഭമംഗളകർമ്മങ്ങൾക്ക് തയ്യാറെടുക്കേണ്ട സാഹചര്യങ്ങളും ഇഷ്ട കാര്യസിദ്ധി, ഇഷ്ടഭക്ഷണയോഗം മുതലായിട്ട കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാവും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ മാതാവിനുള്ളതായിട്ടുള്ള ദോഷങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടുകയും ചിലർക്ക് സ്ഥലം മാറി അന്യ സ്ഥലങ്ങൾ അധിവസിക്കാനുള്ള ചില യോഗങ്ങളും വരും എന്ന് കാണുന്നു. കുടുംബത്തിൽ ഈ പലതരത്തിലുള്ള അഭിപ്രായഭിന്നതകളും മനക്ലേശങ്ങളും ഒഴിവാക്കേണ്ടതുണ്ട്. ചിലർക്ക് വാഹന നഷ്ടങ്ങൾ സംഭവിക്കാം, ചിലർക്ക് ദൂരദേശ യാത്രകൾ വരാം, അതിലൂടെ ചില അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത പറയുന്നു. അത് വളരെയധികം ശ്രദ്ധിക്കണം. സ്വജനങ്ങളും ബന്ധുജനങ്ങളുമായിട്ട് രമ്യതയിൽ പോകേണ്ടതുണ്ട്. പലതരത്തിലുള്ള കലഹങ്ങളും വാദപ്രതിവാദങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഭൂമി തർക്കങ്ങൾ ചിലർക്ക് വരാം, അതൊക്കെ ശ്രദ്ധിക്കണം. പൂർവ്വസ്വത്ത് സംബന്ധിക്കുന്ന തർക്കങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ കാണുന്നു. ചിലർക്ക് വിശ്വാസ വഞ്ചനകൾ സംഭവിക്കാനും സാധ്യതയുണ്ട്. ചിലർക്ക് ഈ ബന്ധങ്ങൾ നമ്മൾ ചില ബന്ധുക്കൾ മുഖാന്തരം തന്നെ, അല്ലെങ്കിൽ വിശ്വസിച്ച സുഹൃത്തുക്കൾ മുഖാന്തരം തന്നെ തിരിച്ചടികൾ നേരിടുന്ന ചില അവസ്ഥകളുണ്ടാവും. അത് വളരെയധികം ശ്രദ്ധിക്കണം. കാരണം കണ്ടകശനി നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പിനെയൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള പല പ്രശ്നങ്ങളും നേരിടും. പലതരത്തിലുള്ള വിശ്വാസ വഞ്ചനകൾ കടന്നുപോകും. കണ്ണടചാരിയും വിശ്വസിക്കരുത്. പലരും നമുക്ക് സഹായഹസ്തങ്ങളും അവിടുന്നൊക്കെ നമുക്ക് നീട്ടിത്തരുമെങ്കിലും അതിലൊക്കെ ചതിയും വഞ്ചനയും ഉണ്ടാവും എന്നുള്ള സൂചനകളും നമുക്ക് കാണുന്നുണ്ട്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലതും നമ്മളെ മോഹിപ്പിച്ച് അകപ്പെടുത്തുന്നതായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങളും, അതുപോലെ തന്നെ ഈ പൊതുരംഗത്തോ സാംസ്കാരിക മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കോ അപകീർത്തികരമായിട്ടുള്ള ചില കാര്യങ്ങളോ വാദപ്രതിവാദങ്ങളോ വ്യവഹാരങ്ങളോ ഒക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് സാഹചര്യങ്ങളും ഉണ്ടാവും എന്ന് കാണുന്നു. അപ്പോൾ പദവികളിലൊക്കെ വീഴ്ച വരാതെ പ്രത്യേകം നോക്കണം. ഉത്തരവാദിത്തങ്ങൾ വളരെയധികം കൃത്യമായിട്ട് തന്നെ നിർവഹിക്കണം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ക്രമേണ കർമ്മരംഗത്ത് നല്ല പേരും പ്രശസ്തിയും ഒക്കെ നേടിയെടുക്കാനും വിജയങ്ങൾ കൈവരിക്കാനും കീർത്തിയും പദവിയൊക്കെ വന്നു ചേരാനും ഉന്നത അധികാരലബ്ധി ഉണ്ടാവാനും പുതിയ പ്രവൃത്തി മണ്ഡലത്തിലേക്ക് കടക്കാനും ക്രമേണ ദാമ്പത്യ സൗഖ്യവും സന്താന അഭിവൃദ്ധിയും ശാരീരിക സൗഖ്യങ്ങളും ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. കാലദോഷങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് നമ്മുടെയൊക്കെ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ടും ഒരു 80% വരെയൊക്കെ നമുക്ക് ഈ കാര്യങ്ങൾ വിലയിരുത്താനെ കൊണ്ട് സാധിക്കും. ഫലങ്ങൾ നമുക്ക് അനുകൂലത്തിൽ വരും എന്ന് കണക്കാക്കാം. കൂടുതൽ വിശദാംശങ്ങൾ അവരവരുടെ ജാതകങ്ങൾ പരിശോധിച്ച് പ്രതിവിധികൾ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിശദാംശങ്ങൾക്ക് തീർച്ചയായിട്ടും ജാതക പരിശോധനയ്ക്ക് എല്ലാവർക്കും നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ദൂരെയുള്ളവർക്ക് ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങളും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളും നമ്മൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. എല്ലാവരും നല്ലവണ്ണം പ്രാർത്ഥിക്കുക, ശനിദോഷ പരിഹാരങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോവുക. എല്ലാവർക്കും നല്ലത് വരട്ടെ, ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത്തരം ഫലങ്ങളൊക്കെയാണ് ഈ മാസം നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. മൂലവും പൂരാടും ഉത്രാടത്തിൻ്റെ കാൽഭാഗവും അടങ്ങുന്ന ധനുരാശിക്കാർക്ക് ഈ 2024 ഒക്ടോബർ മാസത്തിൽ ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ, ഈ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചില കാര്യതടസ്സങ്ങളും ഏർപ്പെടുന്ന പ്രവൃത്തികളിലൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിടും എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നല്ലവണ്ണം ദോഷപരിഹാരങ്ങൾ ചെയ്ത് തടസ്സങ്ങൾ നീക്കേണ്ടതും വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോകേണ്ടതും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ക്രമേണ എല്ലാ പ്രവൃത്തികളിലും നമുക്ക് വിജയം കൈവരിക്കാനും അധികാരികളുടെ ഒരു സപ്പോർട്ടുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സാഹചര്യങ്ങളും, ദാമ്പത്യ ജീവിതത്തിൽ പലതരത്തിലുള്ള വിരഹങ്ങളോ ദുഃഖങ്ങളോ മനക്ലേശങ്ങളോ ഉണ്ടാവാനുള്ള സാധ്യതകളും യാത്രാക്ലേശങ്ങളും വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യത പറയുന്നു. യാത്രയിൽ അപകടങ്ങൾ സൂക്ഷിക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ശത്രുക്കൾക്കൊക്കെ ഒരു നാശം സംഭവിക്കും. ധനലാഭം ഉള്ള മാസമാണ്. ദാമ്പത്യ സൗഖ്യങ്ങൾ വർദ്ധിക്കും. പുതിയ വ്യക്തിബന്ധങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നു. ചിലവർക്കത് പുതിയ റിലേഷൻഷിപ്പിലേക്ക് കടക്കലാവാം. കുറച്ചു കാലങ്ങളായിട്ട് അകന്ന് ജീവിക്കുന്നവർക്കൊക്കെ
അടുത്ത് ചേരാനുള്ളതായിട്ടുള്ള സാധ്യതകളും ഒരു റീയൂണിയന് സാധ്യതകളും അതേപോലെ പുതിയ ബന്ധങ്ങളോ സുഹൃത്ത് ബന്ധങ്ങളോ ഒക്കെ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളും ഈ സമയത്ത് കാണുന്നു. ഈ കഷ്ടനഷ്ടങ്ങളൊക്കെ ഒഴിവാക്കേണ്ടത്, അധിക ചെലവുകളും ഒഴിവാക്കേണ്ടതുണ്ട്. വേണ്ട കാര്യങ്ങൾക്ക് ചെലവഴിച്ച് മുന്നോട്ട് പോകണം. കാരണം വ്യാഴം കാല് സഞ്ചരിക്കുന്നത് കൊണ്ട് സാമ്പത്തികപരമായിട്ട് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകിച്ച് കാണുന്നു. അന്യർക്ക് സഹായങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് തന്നെ വിനയായിട്ട് വരുന്ന ചില വിശേഷങ്ങളുണ്ടാവും, സൂക്ഷിക്കണം. എങ്കിലും ബന്ധുജനങ്ങളുടെ സപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കും. ആരോഗ്യസ്ഥിതിയൊക്കെ വളരെയധികം നന്നാവും. പലതരത്തിലുള്ള ധനാഗമങ്ങൾ വന്നു ചേരാൻ സാധ്യത കാണുന്നു. പല കാര്യവിജയങ്ങളും ഉണ്ടാവും. പൊതുവെയുള്ള ധനധാന്യ വർധനവ് ഉണ്ടാവും എന്ന് കാണുന്നു. മനസ്സുഖങ്ങൾ വർദ്ധിക്കും എന്നും കാണുന്നുണ്ട്. യാത്രാക്ലേശങ്ങൾ നേരിടാം. യാത്രയിൽ അപകടങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചിലർക്ക് ഈ തലവേദന, ശക്തിയായിട്ടുള്ള തലവേദന, അതുപോലെ തന്നെ ഈ മൂത്രാശയ രോഗങ്ങൾ, സന്ധിവേദനകൾ, ഇതൊക്കെ വരാനുള്ള സാധ്യതകൾ കാണുന്നു. ചിലർക്ക് കണ്ണിന് ചികിത്സിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും കാണുന്നുണ്ട്. ചിലർക്ക് ക്ഷതങ്ങൾ സംഭവിക്കാം, അതും സൂക്ഷിക്കണം എന്ന് കാണുന്നു. നേരത്തെ എന്തെങ്കിലും ഭൂമി തർക്കങ്ങളോ വ്യവഹാരങ്ങളോ ഉള്ളവർക്ക് അതൊരു നല്ല ജഡ്ജ്മെൻറ്റിലേക്ക് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം തന്നെ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോവുക. മധ്യസ്ഥ ചർച്ചകളിലൂടെ അത് പരിഹരിക്കാനായിക്കൊണ്ട് ശ്രമിക്കണം. പ്രത്യേകിച്ച് മുമ്പ് ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അതൊരു തീരുമാനത്തിലേക്ക് വരേണ്ട ഒരു സാഹചര്യമാണ് എന്ന് പ്രത്യേകിച്ച് കാണുന്നു. അതുപോലെ ഈ ഗവൺമെൻറ് തലത്തിലുള്ളതായിട്ടുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അത് എല്ലാ കാര്യങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം തന്നെ ചെയ്യണം. ചില രാജകോപങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് കാണുന്നു. അപ്പോൾ ഉദ്യോഗതലത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തണം എന്നാണ് പ്രത്യേകിച്ച് പറയുന്നത്. തിരഞ്ഞെടുപ്പിൽ തോൽവി സംഭവിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ മത്സരബുദ്ധി ഒഴിവാക്കി നമ്മൾ പോകുന്നത് നന്നായിരിക്കും. തീർത്ഥ യാത്രകൾ വരാം. അതുപോലെ തന്നെ ദൂരദേശ യാത്രകളൊക്കെ വരാം. ചില കാര്യങ്ങൾക്ക് ഒരു അകാരണമായിട്ട് താമസങ്ങൾ നേരിടാമെങ്കിലും നമുക്ക് ക്രമേണ ഈ മാസത്തിൻ്റെ ഒരു പകുതിക്ക് ശേഷം തീർച്ചയായിട്ടും പല മാറ്റങ്ങളും സംഭവിക്കും എന്ന് പ്രത്യേകിച്ച് കാണുന്നു. നല്ലവണ്ണം പ്രാർത്ഥനകൾ ചെയ്യേണ്ടതുണ്ട്. വ്യാഴമ്പഴം നടക്കുന്ന സമയങ്ങളും ഈ രാഹുകേതു ദോഷങ്ങളൊക്കെ നടക്കുന്നൊരു സമയമായതുകൊണ്ടും ചൊവ്വയ്ക്ക് 7 സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ടും എല്ലാവരും ശ്രദ്ധയും കരുതലും വേണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അവരുടെ ജാതകങ്ങളൊക്കെ പരിശോധിച്ച് ഒരു തീരുമാനങ്ങൾ എടുക്കുക, ദോഷപരിഹാരങ്ങൾ ചെയ്യുക. ജാതക പരിശോധനാ കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ വിശദാംശങ്ങൾ നമുക്കത് മനസ്സിലാക്കാനെ കൊണ്ട് സാധിക്കും. അതേപോലെ ദൂരെയുള്ളവർക്ക് ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല കാര്യങ്ങളെല്ലാം വന്നു ചേരട്ടെ, ഭഗവത് പ്രീതി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ മാസം നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഉത്രാടത്തിൻ്റെ കാൽഭാഗവും തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും അടങ്ങുന്ന മകരൻ രാശിക്കാർക്ക് ഈ 2024 ഒക്ടോബർ മാസം ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ എന്ന് പരിശോധിക്കുമ്പോൾ ദൈവാനുഗ്രഹമുള്ള ഒരു മാസമായിട്ട് കാണുന്നു. പലതരം ബുദ്ധിമുട്ടുകളും പെട്ടെന്നുള്ള ചില ആപത്തുകളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ നമുക്ക് തരണം ചെയ്യാനായിക്കൊണ്ട് ഈശ്വരൻ്റെ ഒരു സപ്പോർട്ട് നമുക്കുള്ള ഒരു സമയമായിട്ടാണ് കാണുന്നത്. എല്ലാവരും ആരോഗ്യ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു മാസമാണ്. പെട്ടെന്നുള്ള ചില ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നു. ചിലർക്ക് നിശ്ചയിച്ചുറപ്പിച്ച പല കാര്യങ്ങളും മുടങ്ങുന്ന സാഹചര്യങ്ങളോ വിവാഹ മംഗളകർമ്മങ്ങൾ എന്തെങ്കിലും മുടങ്ങുന്ന സാഹചര്യങ്ങളോ ഉണ്ടാവാം. പക്ഷേ ഈ മാസം പകുതിക്ക് ശേഷം പല മാറ്റങ്ങൾക്കും സാധ്യതയുണ്ട് എന്നുള്ളതും കാണുന്നുണ്ട്. പിതാവിന് ദോഷം, അച്ഛൻ്റെ സ്ഥാനത്തുള്ളതായിട്ടുള്ള വ്യക്തികൾക്കൊക്കെ പെട്ടെന്നുള്ള എന്തെങ്കിലും ദോഷങ്ങൾ സംഭവിക്കാം, അത് ശ്രദ്ധിക്കുക. രോഗാതിനർത്ഥങ്ങളൊക്കെ വരാനുള്ള സാധ്യത തക്കതായിട്ട് ചികിത്സാ കാര്യങ്ങൾ ഫലപ്രദമാക്കുക, ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് ഭഗവത് പ്രീതി വരുത്തുക. അതേപോലെ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം ചെയ്യണം എന്ന് പ്രത്യേകിച്ച് കാണുന്നു. അധികാരികളുമായിട്ട് പ്രത്യേകിച്ച് തർക്കങ്ങളോ കൂട്ടങ്ങളിലോ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ശത്രുക്കൾക്കൊക്കെ ഒരു നാശം സംഭവിക്കും. ശത്രുക്കളുമായിട്ട് പ്രവൃത്തിദോഷങ്ങളൊക്കെ നീങ്ങും. ക്രമേണ നമുക്ക് കാര്യവിജയങ്ങളുണ്ടാവാൻ സാധ്യത. സാമ്പത്തികപരമായിട്ടുള്ള പുരോഗതികൾ, പലതരത്തിലുള്ള ലാഭങ്ങൾ നമ്മളെ തേടിയെത്തും എന്ന് പ്രത്യേകിച്ച് കാണുന്നു. ക്രമരംഗത്ത് മാറ്റം പറയുന്നുണ്ട്. അപ്പോൾ ജോലിപരമായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത്തരം മാറ്റങ്ങൾ സംഭവിക്കാം. ക്രമേണ നമുക്ക് പ്രവൃത്തി മണ്ഡലത്തിൽ വിജയം കൈവരിക്കാനായിക്കൊണ്ടും
സൽകീർത്തിയും പദവിയും ഐശ്വര്യങ്ങളും നമ്മളെ തേടിയെത്തും എന്ന് പ്രത്യേകിച്ച് കാണുന്നു. സന്താന സൗഭാഗ്യം ഉള്ള ഒരു മാസമായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ക്രമേണ ആരോഗ്യസ്ഥിതിയൊക്കെ വീണ്ടെടുത്ത് മനസുഖം, ദേഹസുഖം, ദാമ്പത്യ സൗഖ്യം എന്നിവ ഉണ്ടാവാനും ദൂരദേശയാത്രകളോ തീർത്ഥാടനങ്ങളോ ഈ മാസം ഉണ്ടാവാനും പ്രത്യേകിച്ച് നമുക്ക് കൂടുതൽ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഈ മാസം കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു സമയമായിട്ട് കാണുന്നു. അത്തരം അവസരങ്ങളൊക്കെ നമ്മളെ തേടിയെത്തും എന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. ശനിദോഷങ്ങൾ കടന്നു പോകുന്ന ഒരു സമയമാണ്. ഏട്ടർശനിയുടെ ഒരു അവസാന കാലഘട്ടങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതുകൊണ്ട് അധിക ചെലവാണ് ഈ സമയങ്ങളിൽ വരിക. നമ്മൾ എത്ര കണ്ട് നിയന്ത്രിച്ചാലും അത് നിയന്ത്രണ വിധേയമാവാണ്ട് ചെലവ് വർദ്ധിക്കുന്ന ഒരവസ്ഥയുണ്ടാവും. അത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഈ കച്ചവടങ്ങളൊക്കെ ഒഴിവാക്കുക. വലിയ ബിസിനസ്സിലേക്ക് ഈ സമയത്ത് ഇറങ്ങരുത്. അതുപോലെ ഈ പാർട്ട്ണർഷിപ്പ് സംരംഭങ്ങളിൽ ഈ സമയത്ത് ചെയ്യുന്നത് നല്ലതല്ല. അതൊക്കെ നമുക്ക് നഷ്ടത്തിലേക്ക് പോകും എന്നാണ് പ്രത്യേകിച്ച് പറയുന്നത്. ഈ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, എന്തെങ്കിലും സ്വത്ത് തർക്കങ്ങളോ ഭൂമി തർക്കങ്ങളോ പൂർവ്വ സ്വത്ത് സംബന്ധിക്കുന്ന തർക്കങ്ങളോ ഒക്കെ പരിഹരിക്കേണ്ട ഒരു കാലഘട്ടമായതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സംസാരിച്ച് ഒരു മധ്യസ്ഥ ചർച്ചയിലൂടെ എല്ലാം നമ്മൾ കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് കാണുന്നത്. അനാവശ്യമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കുക. എല്ലാം നേരിട്ട് പറയാതെ മറ്റുള്ള വ്യക്തികൾ മുഖാന്തരം ഒരു മീഡിയേറ്റർ വെച്ചുകൊണ്ട് സംസാരിക്കുന്നതും പ്രശ്നങ്ങൾ തീർക്കുന്നതും നന്നായിരിക്കും. കലഹങ്ങളും വാദപ്രതിവാദവും ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ചിലർക്ക് എന്തെങ്കിലും പെട്ടെന്നുള്ള ചില നഷ്ടങ്ങൾ വരാം, അല്ലെങ്കിൽ അത് ചില മോഷണം പോവുക, അല്ലെങ്കിൽ നമ്മൾ സഹായിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ച് കിട്ടായിക വരിക, അല്ലെങ്കിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്തെങ്കിലും നഷ്ടം വരിക, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകിച്ച് കാണുന്നു. സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ ഈ മാസം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദുർവ്യയങ്ങൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. വ്യവഹാരങ്ങളെ അഭിമുഖീകരിച്ച് അത് ചർച്ചയിലൂടെ പരിഹരിച്ച് മുന്നോട്ട് പോകുക. എന്തായാലും ഒരു ജഡ്ജ്മെൻറ്റിലേക്ക് വരേണ്ട സമയങ്ങളിൽ എല്ലാ കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ തന്നെ അത് നമുക്ക് അനുകൂലമായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്ന് പ്രത്യേകിച്ച് കാണുന്നു. വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം. പഠിതാക്കൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട മാസമാണ്. അലസത വിട്ടൊഴിയണം. നല്ല ആരോഗ്യം, നല്ല പോഷകാഹാരങ്ങൾ കഴിച്ച് മനസ്സും ശരീര ബുദ്ധിയും ഉന്മേഷവും ഉണ്ടാക്കേണ്ടതും തക്കതായിട്ടുള്ള വ്യായാമങ്ങളൊക്കെ ചെയ്യേണ്ടതും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. എല്ലാവരും അവരുടെ മത കാര്യങ്ങളിൽ ഭംഗം വരാതെ പ്രത്യേകിച്ച് ധ്യാന, മെഡിറ്റേഷൻ മുതലായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് ജപസാധനങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുപോലെ ഈ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. എന്തെങ്കിലും അപകീർത്തികരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ കേൾക്കാൻ ഇടവരും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏത് പ്രതിസന്ധി വന്നാലും നമ്മളതിനെ നല്ല രീതിയിൽ അതിനെ ഫേസ് ചെയ്തുകൊണ്ട് തന്നെ അതൊന്നും നമ്മൾ ആ ധർമ്മ കാര്യങ്ങളൊന്നും വ്യതിചലിക്കാതെ ധാർമ്മികതയിൽ നിന്നും മാറാതെ മുന്നോട്ട് പോകണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ചിലർക്ക് പെട്ടെന്നുള്ള ഭാഗ്യയോഗങ്ങൾ കൈവശം വരാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അവ ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്യുക. ശനിദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. അവരവരുടെ ജാതകങ്ങളൊക്കെ പരിശോധിക്കുക. കൂടുതൽ വിശദാംശങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ദൂരെയുള്ളവർക്ക് ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങളെല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. എല്ലാവർക്കും ഈ ഗണപതി ഹോമം മുതലായിട്ട് കാര്യങ്ങളും കുടുംബ പരദേവതാ ക്ഷേത്രത്തിലുള്ള വഴിപാടുകളും ശനിദോഷ പരിഹാരങ്ങളും ഒക്കെ ചെയ്തു പോകുന്നത് നന്നായിരിക്കും. അവരവരുടെ ഉപാസന കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തി മനസ്സിനെ നിയന്ത്രിച്ച് ആരോഗ്യ പരിപാലനമൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന പക്ഷം ഏറെക്കുറെ നമുക്ക് കാര്യങ്ങളൊക്കെ വിജയത്തിലെത്തിക്കാൻ സാധിക്കും എന്നാണ് ഈ മാസം ലഭിക്കുന്ന വിവരങ്ങൾ. അവിട്ടത്തരയും ചതയവും പൂരൂരുട്ടാതി മുക്കാൽ ഭാഗവും അടങ്ങുന്ന കുംഭൻ രാശിക്കാർക്ക് ഈ 2024 ഒക്ടോബർ മാസം ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ എന്ന് പരിശോധിക്കുമ്പോൾ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളാണ് വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു മാസമാണ്. പെട്ടെന്നുള്ള ചികിത്സാ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തുക. നല്ല പോഷകാഹാരങ്ങൾ കഴിക്കുക. ശരീരത്തിന് ആവശ്യമുള്ള റെസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കണം. വ്യായാമങ്ങളൊക്കെ ചെയ്യണം. നല്ല മെഡിറ്റേഷൻ മുതലായിട്ട് കാര്യങ്ങളും ഏത് മതസ്ഥരാണെങ്കിലും അവരവരുടെ മത കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വരുത്തേണ്ടതും ജപസാധനങ്ങൾ ചെയ്യേണ്ടതും ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ടതും തക്കതായിട്ടുള്ള ആരോഗ്യപരിപാലനവും ചികിത്സാ കാര്യങ്ങളും പോഷകാഹാരങ്ങളൊക്കെ കഴിക്കേണ്ടതുമാണ് എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ഏഴരശനിയുടെ ജന്മശനി നടക്കുന്ന കാലഘട്ടങ്ങളായതുകൊണ്ട് പല ബുദ്ധിമുട്ടുകളും മനപ്രയാസങ്ങളും കാര്യതടസ്സങ്ങളും നേരിടാം.
അപ്പോൾ അതിനൊക്കെ നമ്മൾ പ്രതിവിധി കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. എല്ലാ വ്യക്തികളുമായിട്ടും സംസാര കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. വാദപ്രതിവാദങ്ങൾ എല്ലായിടത്തും ഒഴിവാക്കുക. ഏത് കാര്യങ്ങളാണെങ്കിലും അതിൻ്റെ നിയമാനുസൃതം നമ്മൾ ചെയ്ത് മുന്നോട്ട് പോവുക. മധ്യസ്ഥ ചർച്ചകളോടെ പരിഹരിക്കാനായി കൊണ്ട് ശ്രദ്ധിക്കുക. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അടിക്കടി നമുക്ക് ഉണ്ടാവാം. ഇടയ്ക്കിടയ്ക്ക് ഈ സാമ്പത്തിക ടൈറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ സന്താനങ്ങളെക്കുറിച്ച് ആലോചിച്ച് ചില മനക്ലേശങ്ങളൊക്കെ ഈ മാസം കടന്നു പോകാം. ചിലർക്ക് എന്തെങ്കിലും ചില നഷ്ടങ്ങൾ വരലോ, അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കൊണ്ടു നടന്ന വസ്തുക്കളൊക്കെ നഷ്ടപ്പെടുന്ന പോലെ, അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങൾ നഷ്ടപ്പെടുന്ന പോലെയോ ഒക്കെ ഉണ്ടാവാം. അനാവശ്യ ചിന്തകൾ, തെറ്റായിട്ടുള്ള ചിന്തകൾ, നെഗറ്റീവായിട്ടുള്ള തോട്ട്സ്, അതുപോലെ തന്നെ ഓവർ തിങ്കിങ് ഒക്കെ ഒഴിവാക്കേണ്ടതുണ്ട്. ആധിവ്യാധികൾ കുറയ്ക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകിച്ച് കാണുന്നു. ചിലർക്ക് പെട്ടെന്നുള്ള ദേഷ്യം, എടുത്തുചാട്ടം, കോപം ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് മുഖാന്തരം നല്ല നല്ല വ്യക്തിബന്ധങ്ങളൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെടാം. പലരുമായിട്ടും വാദപ്രതിവാദങ്ങൾ ഏർപ്പെടേണ്ട സാഹചര്യങ്ങളും വരാം. നല്ല ക്ഷമാശീലം വേണം എന്ന് കാണുന്നു. എന്തെങ്കിലും മനസ്സിൽ ദുഃഖങ്ങളിങ്ങനെ തളം കെട്ടി നിൽക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവാം. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക. അതുതന്നെ ഈ സന്താനങ്ങളൊക്കെ കുറിച്ച് ആലോചിച്ച് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാവും. ചിലർക്ക് സന്താനങ്ങൾക്ക് ചില നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട സാഹചര്യങ്ങളും ഈ സമയത്ത് വരാം. എന്തെങ്കിലും ശുഭകാര്യങ്ങളോ മംഗളകാര്യങ്ങളോ നടക്കുമല്ലോ, അവരെങ്കിലും വിദ്യാഭ്യാസപരമായിട്ട് കാര്യങ്ങൾക്കായിട്ട് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ക്ഷമിക്കുന്നവർക്ക്, ഉപരിപഠനങ്ങളൊക്കെ ക്ഷമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു നല്ല സമയമാണ്. അതേപോലെ ശുഭമംഗള കർമ്മങ്ങളൊക്കെ നടക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിട്ടും, അതുപോലെ തന്നെ ചില ഗൃഹം മൂടി പിടിപ്പിക്കൽ, എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ, റിനോവേഷൻ വർക്കുകളൊക്കെ നടക്കാനുള്ള ഒരു മാസമായിട്ടും, വസ്ത്രലാഭം, ആഭരണസിദ്ധി എന്നിവയുണ്ടാവാനുള്ള സാധ്യതകളും കാണുന്നു. വിവാഹമംഗള കർമ്മങ്ങൾക്ക് ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാവുമെങ്കിലും ക്രമേണ നല്ല വിവാഹ ജീവിതങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യത കാണുന്നു. സോമവാര വ്രതങ്ങളെല്ലാം എടുത്ത് നല്ല ഭഗവത്പ്രീതി വരുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ മനസ്സുഖങ്ങൾ ഉണ്ടാവേണ്ട ചില കാര്യങ്ങൾ നമുക്ക് ഈ മാസം വന്നു ചേരും എന്ന് പ്രത്യേകിച്ച് കാണുന്നു. ദൂരെയുള്ള വ്യക്തികൾ മുഖാന്തരം ചില ഗുണങ്ങളൊക്കെ വർദ്ധിക്കുകയും ചിലവർക്ക് ദൂരദേശ യാത്രകൾ സഫലമാവുകയും ചെയ്യും എന്നാണ് കാണുന്നത്. പൊതുവെ നമ്മുടെ പ്രവർത്തന മണ്ഡലത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക, നമ്മുടെ കഴിവുകളൊക്കെ തെളിയിക്കേണ്ട സാഹചര്യങ്ങൾ വന്നു ചേരും. പുതിയ ഉദ്യോഗം, പുതിയ പ്രവൃത്തി മണ്ഡലം, പുതിയ വ്യക്തിബന്ധങ്ങൾ ഇതൊക്കെ ക്രമേണ വന്നു ചേരും എന്ന് കാണുന്നു. ചിലരുടെ ഭൂമി വാങ്ങിക്കൽ നടക്കും എന്ന് കാണുന്നു. കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് ആഗ്രഹങ്ങളൊക്കെ ഉള്ളതൊക്കെ പൂർത്തീകരിക്കാൻ സാധ്യതയും കാണുന്നുണ്ട്. ക്രയവിക്രയങ്ങളെല്ലാം നടക്കും. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും സാധ്യതയുണ്ട്. ഇപ്പോൾ പുനരധിവാസ പ്രവർത്തനങ്ങളൊക്കെ വളരെയധികം നടക്കും എന്നാണ് കാണുന്നത്. എല്ലാത്തിനും ചില സാങ്കേതികമായിട്ട് തടസ്സങ്ങൾ നേരിടുമെങ്കിലും നമ്മൾ ആ തടസ്സങ്ങളെയൊക്കെ മാറ്റി ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് ഭഗവത് പ്രീതി വരുത്തി ശനിദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആ മാറ്റങ്ങൾ കാലാനുസൃതമായിട്ട് നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നവിടെയാണ് നമുക്ക് കാര്യതടസ്സങ്ങളൊക്കെ നീങ്ങി വഴികൾ തെളിയുക എന്ന് പ്രത്യേകിച്ച് കാണുന്നു. ചിലർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള മാറ്റങ്ങൾ, സ്ഥാനചരണം ഇതൊക്കെ വരാം. മാതൃ സൗഖ്യങ്ങൾ ഉണ്ടാവും. ബന്ധുജനങ്ങൾ മുഖാന്തരം നല്ല ഗുണങ്ങളൊക്കെ വന്നു ചേരും എന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. ഈ അസമയത്ത് ഭക്ഷണം കഴിക്കുന്നതും പുറത്തൊക്കെ പോയി ഭക്ഷണം കഴിക്കുന്ന രീതികളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. വിഷഭയങ്ങളൊക്കെ നേരിടാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പ്രത്യേകിച്ച് കാണുന്നു. ഗുരുജനങ്ങളുടെ ചില വിയോഗങ്ങൾ മനസ്സിന് ദുഃഖമുണ്ടാക്കും. ചിലവർക്ക് ചില ധനനഷ്ടങ്ങളൊക്കെ സംഭവിക്കാം. വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടാതെ, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ചോരഭയം, കള്ളന്മാരത് നഷ്ടപ്പെടുത്തി കൊണ്ടുപോകാതെ ഒക്കെ ശ്രദ്ധിക്കണം. മറ്റുള്ളവർക്ക് കൊടുത്ത് നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷങ്ങളും ഉണ്ടാവാം. ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങളും വാദപ്രതിവാദങ്ങളും ഒഴിവാക്കുക. അതുപോലെ ഈ പറഞ്ഞ ഉദരവ്യാധി, കണ്ണിനസുഖങ്ങൾ, സന്ധിവേദനകൾ, വാദജന്യമായിട്ടുള്ള അസുഖങ്ങൾ, മുട്ടുവേദന, കാലുവേദന മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ, നീർക്കെട്ട്, രക്തശുദ്ധി പോരായ്മ, ചിലർക്ക് കഫമൊക്കെ വർദ്ധിച്ചു കൊണ്ടുവന്നായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ, ശ്വാസതടസ്സങ്ങൾ മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ചികിത്സ തേടുന്നത് നന്നായിരിക്കും എന്ന് കാണുന്നു. എല്ലാവർക്കും അങ്ങനെ വരണമെന്നില്ല, എങ്കിലും അത് ഒരു പ്രായമൊക്കെ കഴിഞ്ഞു നിൽക്കുന്നവർക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിടാം എന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. അപ്പോൾ ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ശനിദോഷ പരിഹാരങ്ങൾ ചെയ്യണം. അവരവരുടെ ജാതകങ്ങളൊക്കെ പരിശോധിക്കണം. വേണ്ടതായിട്ടുള്ള പ്രതിവിധികൾ കണ്ടെത്തേണ്ടതുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ദൂരെയുള്ളവർക്ക് ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്തുക. ജാതക പരിശോധന നടത്തി ഇപ്പോഴത്തെ സമയസന്ദർഭങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ചില പ്രതിവിധികൾ നിശ്ചയിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയും, ഏത് മതസ്ഥരാണെങ്കിലും അവരുടെ മതകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച് പ്രാർത്ഥനാ കാര്യങ്ങൾ ചെയ്യേണ്ടതും, പ്രത്യേകിച്ച്
ഈ ഏഴരശ്ശനി ദോഷങ്ങളൊക്കെ നടക്കുന്ന സമയമായതുകൊണ്ട് ഒരുപാട് ധർമ്മകാര്യ പ്രവർത്തനങ്ങളും ദാനധർമ്മങ്ങളും ചെയ്ത് പുണ്യാംശം വർദ്ധിപ്പിച്ച് ഈ പാപദോഷങ്ങളെ മറികടക്കേണ്ട ഒരു സാഹചര്യം ആണ് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന വർഷം തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടാവും, ഈശ്വരൻ്റെ സഹായം ലഭിക്കും എന്ന് പ്രത്യേകിച്ച് കാണുന്നു. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെയാണ് നമുക്ക് ഈ മാസം കുംഭൻ രാശിക്കാർക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ. പൂർവ്വരുട്ടാതിയുടെ കാൽഭാഗവും തൃട്ടാതിയും രേവതിയും അടങ്ങുന്ന മീനം രാശിക്കാർക്ക് ഈ 2024 ഒക്ടോബർ മാസം ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ എന്ന് പരിശോധിക്കുമ്പോൾ ആഗ്രഹസാഫല്യം സൂചിപ്പിക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് മനസ്സിലാഗ്രഹിച്ച് നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഈ മാസം നടന്നു കിട്ടും. യാത്രകൾ വേണ്ടിവരും എന്ന് കാണുന്നു. ദൂരദേശ യാത്രകൾ വരാം. അതുപോലെ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. പെട്ടെന്നുള്ള ചില അസുഖങ്ങളൊക്കെ കടന്നു പോകാനുള്ള സാധ്യത പറയുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ ദാമ്പത്യ ജീവിതത്തിൽ ഒരു കലഹം വരും. കുടുംബത്തിൽ അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളോ വാദപ്രതിവാദങ്ങളോ ഒക്കെ ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകിച്ച് കാണുന്നു. ചിലർക്ക് ചില വ്യക്തിത്വ പ്രതിസന്ധികൾ നേരിടാം. സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷങ്ങളും ചില പരാജയ ഭീതിയും ധനനഷ്ടങ്ങളും, ചിലവർക്കത് ഉദ്യോഗ തലത്തിൽ ചില മാറ്റങ്ങളും, പ്രവൃത്തി മണ്ഡലത്തിൽ ചില ട്രാൻസ്ഫർ വരാം. ചിലർക്ക് നേരത്തെ നിലവിലുള്ള ജോലിയൊക്കെ നഷ്ടപ്പെട്ട് പുതിയ ജോലിക്ക് പ്രവേശിക്കേണ്ടതായിട്ട് സാഹചര്യങ്ങളും, ചിലർക്ക് ട്രാൻസ്ഫറൊക്കെ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഈ സമയത്ത് വളരെയധികം ഈ ചീത്ത കൂട്ടുകെട്ടുകൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ, നമുക്ക് ഒരു തരത്തിലും പരിചയമില്ലാത്ത വ്യക്തികളുമായിട്ടുള്ള സഹവാസങ്ങളൊക്കെ ഈ സമയത്ത് വരാനുള്ള സാധ്യതയും, അവരുടേതായിട്ട് ചില കർമ്മദോഷങ്ങൾ കൂടി നമ്മളിലേക്ക് വ്യാപിക്കുന്ന ചില സാഹചര്യങ്ങളും, ചിലർക്കത് അതെന്തെങ്കിലും ബുദ്ധിമുട്ടുകളാവാം, വാദപ്രതിവാദങ്ങളാവാം, അല്ലെങ്കിൽ കലഹങ്ങളാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും മാനഹാനി പോലുള്ളതായിട്ടുള്ള സംഭവങ്ങളൊക്കെ നേരിടാനോ വ്യവഹാരങ്ങളൊക്കെ ഫേസ് ചെയ്യാനുള്ള സാധ്യത ഈ സമയത്ത് പറയുന്നുണ്ട്. അതുപോലെ സാഹസികതയൊക്കെ കാട്ടി ചില അപകടത്തിൽ ചെന്നുപെടാനും സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് യാത്രകൾ, ഒരുപാട് ഈ സാഹസ പ്രവൃത്തികൾക്ക് നിൽക്കുന്ന കാര്യങ്ങൾ ഒക്കെ നമ്മൾ അതിൽ മാറി നിൽക്കേണ്ടതുണ്ട്. അത്യാവശ്യമായിട്ട് സമയമാണ്. വർത്തമാനങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ടതും, തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ അത് കൂടിയാലോചനാപരമായിട്ട് തന്നെ കൈക്കൊള്ളേണ്ട ഒരു സാഹചര്യങ്ങളും, അതുപോലെ തന്നെ ഈ സാമ്പത്തിക കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതുമായിട്ടുള്ള മാസമായിട്ട് കാണുന്നു. എല്ലാ കാര്യങ്ങളും നിയമാനുസൃതം ചെയ്യേണ്ടതുണ്ട്. നിയമജ്ഞന്മാർ കൂടിയാലോചിച്ചുകൊണ്ട് വേണ്ട തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ട ആവശ്യമാണ്. ചിലർക്ക് എന്തെങ്കിലും ചില നിയമ നടപടികളിലേക്ക് കടക്കാനുള്ള സാഹചര്യങ്ങളോ നിയമസഹായം നേടേണ്ടതായിട്ട് സാഹചര്യങ്ങളോ വരാം. പ്രധാനമായും ദാമ്പത്യ ക്ലേശങ്ങൾ നേരിടാനാണ് സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നത്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. മൂത്രാശയ രോഗങ്ങൾ, കണ്ണിദീനങ്ങൾ, സന്ധിവേദനകൾ, ചിലർക്ക് പെട്ടെന്നുള്ള സർജറി കാര്യങ്ങളൊക്കെ വരാം. അതൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുട്ടുവേദന, കാലുവേദനയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ശരീരത്തിന് ക്ഷീണം, തളർച്ച, വയ്യായ, അതുപോലെ തന്നെ പെട്ടെന്നുള്ള എന്തെങ്കിലും ശുരുവ്യാധികളോ തലചുറ്റലോ വീഴ്ചകളോ ഒക്കെ സംഭവിക്കാൻ സാധ്യത കൂടുതലായതുകൊണ്ട് ശ്രദ്ധിക്കണം. ധനദുർവ്യയങ്ങളും കടബാധ്യതയിൽ അകപ്പെടാതെ സൂക്ഷിക്കണം. ചിലർക്ക് വല്ലാതൊരു അഡിക്ഷൻ വരാം. ഈ ചൂതുകളി, മദ്യപാനം, സ്ത്രീ വിഷയങ്ങൾ മുതലായിട്ട് കാര്യങ്ങളൊന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകിച്ച് പറയുന്നു. പ്രത്യേകിച്ച് ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള വാസനകളൊക്കെ വരും. അതുമുഖാന്തരം ചില വ്യവഹാരങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടാനുള്ള സാധ്യതകളുള്ളത് കൊണ്ട് അത്തരം കൂട്ടുകെട്ടുകളും സന്ദർഭങ്ങളും ഒഴിവാക്കേണ്ടതുണ്ട്. കാരണം ഏഴരശ്ശനി തുടങ്ങിയ സമയമാണ്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അനാവശ്യ ചെലവുകളും ഒഴിവാക്കുക. ചിലവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷങ്ങളോ ഭാര്യാഭർത്തൃ വിരഹങ്ങളൊക്കെ സംഭവിക്കാം. ചിലർക്കത് പ്രണയ നൈരാശ്യം സംഭവിക്കാം. ഒരു നഷ്ടബോധം മനസ്സിന് വല്ലാതെ ദുഃഖമുണ്ടാക്കും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ചിലവരിതെല്ലാം നിലവിലുള്ള സാഹചര്യങ്ങളെല്ലാം മാറി ദൂരദേശ യാത്രകൾക്ക് പുറപ്പെടുക്കും. അല്ലെങ്കിൽ ഒരു ദേശം തന്നെ വിട്ട് മറ്റൊരു ദേശത്ത് പോയി സെറ്റിലാവുന്ന ചില സ്ഥിതിവിശേഷങ്ങളോ തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. തൊഴിലൊരു പരാജയഭീതി നിഴലിക്കും, അത് ശ്രദ്ധിക്കണം. ബിസിനസ്സിലേക്ക് കൂടുതൽ ഇപ്പോൾ ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതല്ല. പ്രത്യേകിച്ച് ഈ മ്യൂച്വൽ ഫണ്ട്സ് മുതലായിട്ട് കാര്യങ്ങൾ, ഇതിലൊക്കെ വളരെയധികം നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സമയമായിട്ട് കാണുന്നു. നിലവിൽ ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവേണ്ടതുണ്ട്. എല്ലാവരും അവരുടെ ജാതകങ്ങൾ പരിശോധിക്കുക. എല്ലാവർക്കും അങ്ങനെ വരണം എന്നില്ല എങ്കിലും ചില വ്യക്തികൾക്ക് അത്തരം ചില സന്ദർഭങ്ങൾ കടന്നു പോവാം. അതിൽ ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ശ്രദ്ധയും കരുതലും എടുത്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്.
ചിലർക്ക് പലതരം ദുഃഖങ്ങൾ സംഭവിക്കാം. ബന്ധുക്കളുടെ വിയോഗങ്ങൾ മനസ്സിൽ ദുഃഖം ഉണ്ടാക്കും. അതുപോലെ തന്നെ പലതരത്തിലുള്ള ദുരിതങ്ങൾ ഒക്കെ വരും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അല്പം ശ്രദ്ധിക്കുക. എല്ലാത്തിനും നമ്മൾ പരിഹാരങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഏത് വ്യക്തികളാണെങ്കിൽ അവരുടെ മത കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. ജപം, അനുഷ്ഠാനം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആരോഗ്യ പരിപാലനം, അതുപോലെ തന്നെ മനസ്സ് നിയന്ത്രിക്കണം. അനാവശ്യ ചിന്തകൾ ഒഴിവാക്കേണ്ടതുണ്ട്. നല്ല പോഷകാഹാരങ്ങൾ കഴിച്ച് ആരോഗ്യസ്ഥിതി വീണ്ടെടുത്ത് ക്ഷമാശീലം നമുക്ക് വളർത്തിയെടുക്കേണ്ടതും ഗുരുജനങ്ങളുടെ ഉപദേശങ്ങളും സപ്പോർട്ടുകളും നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സമയമായതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കുകയും പ്രത്യേകിച്ച് മോട്ടിവേഷണലായിട്ടുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഒക്കെ വേണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. മഹാക്ഷേത്ര ദർശനങ്ങളൊക്കെ ചെയ്യാനുള്ള യോഗം കാണുന്നുണ്ട്. നമുക്കൊരു ചേഞ്ച് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ്. നമ്മുടെ പഴയ സാഹചര്യങ്ങൾ, പുതിയ സാഹചര്യങ്ങൾ നമുക്ക് ആ വ്യത്യാസം തിരിച്ചറിയാനായിക്കൊണ്ട് സാധിക്കും. അതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം. നല്ലതിലുമായിട്ട് കണക്ട് ചെയ്യുക, നല്ല കാര്യങ്ങളുമായിട്ട് കണക്റ്റഡായിട്ട് മുന്നോട്ട് പോവുക. ആധിവ്യാധികൾ ഒഴിവാക്കുക, അപവാദങ്ങൾ ഒഴിവാക്കുക. കൂട്ടുകച്ചവടത്തിൽ തോൽവി സംഭവിക്കുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ് സംരംഭങ്ങളിൽ നല്ലതല്ല. അപവാദങ്ങൾ, അപമാനങ്ങൾ എന്നിവ സഹിക്കേണ്ടതായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങളൊക്കെ വരും. ചിലർക്ക് വിവാഹ തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതകളും പറയുന്നുണ്ട്. ചിലർക്ക് വിവാഹശേഷം ചില വ്യവഹാരങ്ങളിലേക്ക് കടക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ടാവും എന്നൊക്കെ സൂചിപ്പിക്കുന്നു. അപ്പോൾ പൊതുവേ ഈ ഏഴരശനി ബാധിച്ച് നിൽക്കുന്ന കാലഘട്ടം വ്യാഴംപിഴ, രാഹുകേതു ദോഷം എന്നിവയൊക്കെ നടക്കുന്നൊരു സമയമായതുകൊണ്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധയും കരുതലും വേണം എന്നാണ് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നത്. അവരവരുടെ ജാതകങ്ങൾ പരിശോധിക്കുക. ജാതകശാല കൂടി പരിശോധിച്ച് വേണ്ട പ്രതിവിധികൾ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മളിത് ജനറൽ റീഡിംഗ് ആണ് നമ്മൾ മാസഫലങ്ങളായിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ അവരുടെ ജാതക പരിശോധന നടത്തിയ ശേഷം മാത്രം കൂടുതൽ തീരുമാനങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾക്ക് എല്ലാവർക്കും നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ദൂരെയുള്ളവർക്ക് ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതും പ്രയോജനപ്പെടുത്താവുന്നതാണ്. എങ്കിലും ശനിദോഷ പരിഹാരങ്ങൾ എല്ലാവരും ചെയ്യുക. അതേപോലെ വ്യാഴംപിഴ ദോഷ പരിഹാരങ്ങൾ ചെയ്യണം. രാഹുകേതു ദോഷങ്ങൾ നിൽക്കുന്നുണ്ട്, അതിൻ്റെ പരിഹാരങ്ങളും പ്രായശ്ചിത്തങ്ങളും ഒക്കെ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്ത് ശ്രദ്ധയും കരുതലോടെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നമുക്ക് ഈ മാസം ലഭിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ മാസ വീഡിയോ കാര്യങ്ങളെല്ലാം ഉപകാരപ്രദമാണെന്ന് വിചാരിക്കട്ടെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ബന്ധുമിത്രാദികൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ലിങ്കുമുണ്ട്. @AstroMalayalam എന്ന് യൂട്യൂബിൽ തന്നെ നമ്മൾ സെർച്ച് ചെയ്യുന്ന പക്ഷം തീർച്ചയായിട്ടും ചാനൽ മെയിൻ പേജിലേക്ക് എത്താൻ സാധിക്കും. അതേപോലെ വീഡിയോയുടെ താഴെയുള്ള ലോഗോയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ചാനൽ മെയിൻ പേജിൽ എത്താൻ പറ്റും. ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വിവരങ്ങളും വീഡിയോയുടെ എൻഡിങ്ങിലും അതുപോലെ തന്നെ ഇതിന് മുകളിലുള്ളതായിട്ടുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴും നമുക്ക് ആവശ്യമുള്ള വീഡിയോ എല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും അത് ഉപകാരപ്രദമാവട്ടെ. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ആപത്തുകളും ദോഷങ്ങളും എല്ലാം നീങ്ങി ആയുസ്സും ആരോഗ്യവും ഭഗവത് പ്രീതി ഉണ്ടാവാനായിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ചെറിയ ചെറിയ സംശയങ്ങൾക്കൊക്കെ നമ്മൾ മറുപടി കൊടുത്തു വരുന്നുണ്ട്. വിശദമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പാട് ചെയ്തിട്ട് തീർച്ചയായിട്ടും അത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോകളെല്ലാം കാണുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അടുത്ത ഒരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.